നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ലിച്ചാറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ചിമമാണ്ട ngozi അഡീച്ചെ എഴുതിയിട്ടുള്ള ഡിയർ ഇജോവലെ എന്നുള്ള ചാപ്റ്ററാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. This chapter is an excerpt from Dear Ijeawele or a Feminist Manifesto in 15 Suggestions 2017, an epistolary manifesto composed of 15 suggestions to Adichie's friend Ijeawele on how to raise her newborn daughter Ijeawele Adora as a feminist. അപ്പോൾ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് ഒരു എപ്പിസ്റ്റലറി ഫോമാറ്റിലുള്ള ഒരു വർക്കാണ്. എപ്പിസ്റ്റലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെറ്റേഴ്സിൻ്റെ ഫോമാറ്റിൽ ഒരാൾ മറ്റൊരാൾക്ക് കത്തുകളുടെ രൂപത്തിൽ സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ ആ ഒരു ഫോമാറ്റിലുള്ള വർക്കുകളെയാണ് ഇതേപോലെ എപ്പിസ്റ്റലറി മാനിഫെസ്റ്റോ അല്ലെങ്കിൽ എപ്പിസ്റ്റലറി വർക്ക്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററും ഇത്തരത്തിലുള്ള നമ്മുടെ റൈറ്റർ അവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഇതേപോലെ അവരുടെ ഫ്രണ്ടിൻ്റെ പേരാണ് ഇജേവേലെ എന്നുള്ളത്. അപ്പോൾ അവർക്കൊരു പെൺകുട്ടി ജനിച്ചിട്ടുണ്ട്. ആ കുട്ടിയുടെ പേരാണ് ഇജേവാലെ അഡോറ എന്നുള്ളത്. അപ്പോൾ ആ കുട്ടീനെ എങ്ങനെയാണ് നല്ലൊരു ഫെമിനിസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് നല്ലൊരു കുട്ടിയായിട്ട് അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് എന്ന് തന്നെയാണ് പറയുന്നത്, നല്ലൊരു ഫെമിനിസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു പെൺകുട്ടിയായിട്ട് എങ്ങനെ വളർത്തണം എന്നുള്ള രീതിക്കുള്ള ഒരു വർക്കാണ് നമുക്ക് പഠിക്കാനുള്ള ഡിയർ ഇജേവേലെ എന്നുള്ളത്. And the book rejects the traditional gender roles and expectations and echoes the gender and sexual politics of our times. അപ്പോൾ ഈ ബുക്ക് എന്താണ് ചെയ്യുന്നത്, ട്രഡീഷണൽ ജെൻഡർ റോൾസിനെയും അതേപോലെ തന്നെ എങ്ങനെയായിരിക്കണം, അതായത് എങ്ങനെ നല്ല പെൺകുട്ടി ആവണമെന്നുള്ളതല്ല, സമൂഹത്തിൽ എങ്ങനെ നല്ലൊരു വ്യക്തിയായിട്ട് ജീവിക്കണം അല്ലെങ്കിൽ നല്ലൊരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ കൺസെപ്റ്റിലുള്ള ആ ഒരു രീതിയിലല്ല അവർ കാണാനായിട്ട് ശ്രമിക്കുന്നത്. എങ്ങനെയാണ് ഒരു ഈക്വാളിറ്റി അല്ലെങ്കിൽ എങ്ങനെയാണ് ആ രീതിക്ക് സമൂഹത്തിനെ നോക്കിക്കാണേണ്ടത് അല്ലെങ്കിൽ ആ ഒരു രീതിക്കുള്ള സമൂഹത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്. അപ്പോൾ മറ്റുള്ളവരുടെ കൺസെപ്റ്റിലൊരു പെൺകുട്ടിയല്ല, അവൻ എങ്ങനെയാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലെയുള്ള നല്ലൊരു വ്യക്തിയായിട്ട് വളർത്താൻ എന്തൊക്കെ ചെയ്യണമെന്നാണ് അവർ ഈ ഒരു വർക്ക് കൂടെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. The purpose of the manifesto is to negate this gender inequality by raising girls to reject traditional gender roles and expectations. അപ്പോൾ അതായത് ഈ ഒരു വർക്ക് കൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ജെൻഡർ ഇനീക്വാളിറ്റി, അതുവരെ നിലവിലുണ്ടായിരുന്ന ജെൻഡർ ഇനീക്വാളിറ്റിനെയൊക്കെ ഒന്ന് അതിനെ മറികടക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്, വളർന്നു വരുന്ന പെൺകുട്ടികൾ ആ രീതിക്ക് നമ്മൾ വളർത്തിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ തന്നെ അവരെന്ത് ചെയ്യണം, റിജക്ട് ട്രഡീഷണൽ ജെൻഡർ റോൾസ്, ഇത്തരത്തിലുള്ള ജെൻഡർ റോൾസിനെയൊക്കെ റിജക്റ്റ് ചെയ്യാൻ പാകത്തിൽ അവരെങ്ങനെ വളർത്തിയെടുക്കണം, സമൂഹത്തിൻ്റെ എക്സ്പെക്ടേഷൻസിനെല്ലാം അനുസരിച്ചിട്ടല്ല അവരുടേതായ രീതിയിൽ അവരുടെ ആ ഒരു എന്താ പറയുക ആ ഒരു പേഴ്സണാലിറ്റിയും അവരുടെ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങൾ അതിനെയൊക്കെ മാനിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു പെൺകുട്ടിയെ വളർത്തിയെടുക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ് അവർ ഈ ഒരു വർക്കിൽ പറയാനായിട്ട് ശ്രദ്ധിക്കുന്നത്. ചാപ്റ്ററിലോട്ട് പോവാം. ഡിയർ ഇജേവേലെ നമ്മൾ പറഞ്ഞു അതൊരു ലെറ്ററിൻ്റെ ഫോമാറ്റാണ്. വാട്ട് ജോയ് ആൻഡ് വാട്ട് ലവ്ലി നെയിംസ് ഇജേവാലെ അഡോറ. അപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ ഇജേവേലയുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർ അയക്കുന്ന ഒരു ലെറ്ററാണ്. അപ്പോൾ അത് പറയുന്നത് എന്തൊരു സന്തോഷമാണ്. ആൻഡ് വാട്ട് ലവ്ലി നെയിംസ്, എത്ര നല്ലൊരു പേരാണ് ഇജേവാലെ അഡോറ. ഷീ ഈസ് സോ ബ്യൂട്ടിഫുൾ. ആ കുഞ്ഞിനെ കുറിച്ചാട്ടോ പറയുന്നത്, അവൾ ഭയങ്കര സുന്ദരിയാണ്. ഓൺലി എ വീക്ക് ഓൾഡ് ആൻഡ് ഷീ ഓൾറെഡി ലുക്സ് ക്യൂരിയസ് അബൌട്ട് ദ വേൾഡ്. ഒരാഴ്ച ജനിച്ചിട്ട് ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും അവളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അവൾക്ക് വേൾഡിലോ ചുറ്റുമുള്ള ലോകത്തിനെ കുറിച്ച് അവൾ ഭയങ്കര ക്യൂരിയസ് ആണെന്ന് നമുക്ക് തോന്നും. What a magnificent thing you have done bringing a human being into the world. അപ്പോൾ എത്ര നല്ല അല്ലെങ്കിൽ എത്രയും വലിയൊരു കാര്യമാണ് നീ ചെയ്തിട്ടുള്ളത്, ഒരു മനുഷ്യജീവിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് കൂടെ വളരെ വലിയൊരു കാര്യമാണ് നീ ചെയ്തിട്ടുള്ളത്. കൺഗ്രാജുലേഷൻസ് ഫീൽസ് ടു സ്ലൈറ്റ്. അതിനൊരു കൺഗ്രാജുലേഷൻസ് പറഞ്ഞാലൊക്കെ വളരെ ചെറുതായി പോകും, അത്രയും വലിയ കാര്യമാണ് നീ ചെയ്തിട്ടുള്ളത്. യു ആർ നോട്ട് മെയ്ഡ് മീ ക്രൈ. അപ്പം നിൻ്റെ ആ എഴുത്ത് എന്നെ കരയിപ്പിച്ചു പോയി. യു നോ ഹൗ ഐ ഗെറ്റ് ഫൂളിഷ്ലി ഇമോഷണൽ സംടൈംസ്. ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങനെ ഇമോഷണൽ ആണെന്നുള്ള കാര്യം നിനക്കറിയാലോ. പ്ലീസ് നോ ദാറ്റ് ഐ ടേക്ക് യുവർ ചാർജ് ഹൗ ടു റേസ് ഹെർ ഫെമിനിസ്റ്റ് വെരി സീരിയസ്ലി. അപ്പോൾ അവൾ റൈറ്റർ പറയുകയാണ്, ഞാൻ ഒരു കാര്യം പറയാൻ പോവുകയാണ്, അതായത് നിൻ്റെ മോളെ എങ്ങനെ അല്ലെങ്കിൽ നല്ല രീതിക്ക് എന്നല്ല പറയണത്, ആൻഡ് ഐ ടേക്ക് യുവർ ചാർജ് ഹൗ ടു റേസ് എ ഫെമിനിസ്റ്റ് വെരി സീരിയസ്ലി. ഒരു ഫെമിനിസ്റ്റായിട്ട് എങ്ങനെ വളർത്തിയെടുക്കണം എന്നുള്ള ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു ഡ്യൂട്ടി ഞാൻ ഏറ്റെടുക്കുകയാണ്. And I understand what do you mean by not always knowing what the feminist response to situations should be. അപ്പോൾ അവർ പറയുകയാണ്, അവർക്ക് നമ്മുടെ റൈറ്റർക്ക് അറിയാവുന്ന കാര്യമാണ്, അതായത് ഈ ഫ്രണ്ടിന് ഇജേവേലയ്ക്ക് ചിലപ്പോൾ എന്താണ് ഫെമിനിസം അല്ലെങ്കിൽ ഒരു ഫെമിനിസ്റ്റ് റെസ്പോൺസ് എങ്ങനെയാവണം എന്നറിയാത്തത് കൊണ്ടുള്ള ചില ധാരണകൾ ഫെമിനിസത്തിനെ കുറിച്ച് ഉണ്ടാവാം. ഫോർ മീ ഫെമിനിസം ഇസ് ഓൾവേസ് കോണ്ടെക്ച്വൽ. പക്ഷേ എന്നെ സംബന്ധിച്ച് ഫെമിനിസം എന്ന് പറയുന്നത് വളരെ കോണ്ടെക്ച്വൽ ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഒരു കോണ്ടെക്സ്റ്റിനെ അനുസരിച്ചിട്ട് ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നടക്കുന്ന സംഭവമാണ് ഫെമിനിസം. ഐ ഡോണ്ട് ഹാവ് എ സെറ്റ് ഇൻ സ്റ്റോൺ റൂൾ. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു കൃത്യമായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ള ആ ഒരു സെറ്റ് ഇൻ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ അനങ്ങാത്ത ചേഞ്ച് ചെയ്യാത്ത എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ള ആ ഒരു റൂളൊന്നും ഞാൻ ഫെമിനിസത്തിനെ കുറിച്ച് പറയുന്നില്ല. എനിക്ക് വളരെ കോണ്ടെക്ച്വലായിട്ട് സിറ്റുവേഷനിലായിട്ടാണ് എൻ്റെ മനസ്സിലുള്ള ഫെമിനിസം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉള്ളത്. The closest I have to a formula are
my 2 feminist tools and I want to share them with you as a starting point. എൻ്റെ കയ്യിൽ 2 ഫെമിനിസ്റ്റ് ടൂൾസ് ആണ് ഉള്ളത്. ടേം ഓർത്ത് വയ്ക്കാം, ഫെമിനിസ്റ്റ് ടൂൾസ്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം, ദ ഫസ്റ്റ് ഈസ് യുവർ പ്രിമൈസ്. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രിമൈസ് ആണ്. പ്രിമൈസ് മീൻസ് ഒരു മുൻകൂട്ടി ഉണ്ടാകുന്ന ഒരു ധാരണയുണ്ടല്ലോ, അതിനാണ് ഈ പ്രിമൈസ് എന്ന് പറയുന്നത്. ദ സോളിഡ് അൺബെൻഡിങ് ബിലീഫ് ദാറ്റ് യു സ്റ്റാർട്ട് ഓഫ് വിത്ത്. അതായത് കൃത്യമായിട്ട് സോളിഡായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഒട്ടും വളയാത്ത ഒട്ടും ചേഞ്ച് വരാത്തൊരു വിശ്വാസം, ദാറ്റ് യു സ്റ്റാർട്ട് ഓഫ് വിത്ത്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവേണ്ട ആ ഒരു വിശ്വാസം, ഒരു ചേഞ്ചും വരാതെ അനങ്ങാതെ നിൽക്കുന്ന ഒരു വിശ്വാസം, അതിനെയാണ് ആദ്യം എന്ത് പറയുന്നത് പ്രിമൈസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെന്താണ് ആദ്യത്തെ ഫെമിനിസ്റ്റ് ടൂളാണ്. ഒന്നെന്താണ് യുവർ പ്രിമൈസ്. വാട്ട് ഈസ് യുവർ പ്രിമൈസ്? യുവർ ഫെമിനിസ്റ്റ് പ്രിമൈസ് ഷുഡ് ബി ഐ മാറ്റർ. എന്താണ് പ്രിമൈസ്? ഫെമിനിസ്റ്റ് പ്രിമൈസ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്നാണ് പറയുന്നത്. ഐ മാറ്റർ ഈക്വലി, നോട്ട് ഇഫ് ഓൺലി, നോട്ട് ആസ് ലോങ് ആസ്, ഐ മാറ്റർ ഈക്വലി, ഫുൾ സ്റ്റോപ്പ്. എനിക്കാണ് ഇമ്പോർട്ടൻസ്, ഐ മാറ്റർ, അതായത് ഞാനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഐ മാറ്റർ ഈക്വലി, മറ്റൊരു വ്യക്തിയേക്കാൾ അല്ലെങ്കിൽ മറ്റൊരു പുരുഷനേക്കാൾ അതേ ഈക്വൽ ഇമ്പോർട്ടൻസ് എനിക്കുമുണ്ട്. നോട്ട് ഇഫ് ഓൺലി, നോട്ട് ആസ് ലോങ് ആസ്, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ അങ്ങനത്തെ കണ്ടീഷൻസ് ഒന്നുമില്ല. അതേപോലെ തന്നെ അതുവരെ അത്രത്തോളം അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള കണ്ടീഷൻസും ഇല്ലാതെ ഐ മാറ്റർ ഈക്വലി, ഞാനാണ് ഇമ്പോർട്ടൻറ്റ്, ഐ മാറ്റർ ഈക്വലി, ഫുൾ സ്റ്റോപ്പ്, അവിടെ കഴിഞ്ഞു, അത്രയും വേണ്ട. അല്ലാണ്ട് അതിനൊരു ക്ലോസോ ഒരു കണ്ടീഷനോ ഒന്നും വെക്കാൻ പാടില്ല. എനിക്കാണ് ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു മുൻധാരണ അല്ലെങ്കിൽ ആ ഒരു അൺബെൻഡിങ് ബിലീഫിനെയാണ് അദ്ദേഹം എന്ത് പറയുന്നത് പ്രിമൈസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു പ്രിമൈസാണ് ആദ്യം വേണ്ട ഫെമിനിസ്റ്റ് ടൂൾ. ദ സെക്കൻഡ് ടൂൾ ഇസ് എ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ടൂൾ എന്ന് പറയുന്നത് ഫെമിനിസ്റ്റ് ടൂൾ എന്ന് പറയുന്നത് ഒരു ചോദ്യമാണ്. ക്യാൻ യു റിവേഴ്സ് എക്സ് ആൻഡ് ഗെറ്റ് ദ സെയിം റിസൾട്ട്സ്? എക്സിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ റിവേഴ്സ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോൾ ഇവിടെ എക്സ് എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അത് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആയിക്കോട്ടെ. അപ്പോൾ സപ്പോസ് എന്തെങ്കിലും ഒരു കാര്യം അത് ഒരു സ്ത്രീ ചെയ്യുന്നു, അതിനോട് അല്ലെങ്കിൽ ഒരു പുരുഷൻ ചെയ്യുന്നു, എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് ഒരു പുരുഷൻ ചെയ്യുന്നു, അതിനോട് ഒരു സ്ത്രീ എങ്ങനെയാണോ റെസ്പോണ്ട് ചെയ്യുന്നത് അതേപോലെ ഇപ്പോൾ ഈ പുരുഷൻ ചെയ്ത കാര്യം ആ സ്ത്രീ ചെയ്യുമ്പോൾ ഈ പുരുഷൻ അതേപോലെ ഈ സ്ത്രീ റെസ്പോണ്ട് ചെയ്തപോലെ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുമോ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്ന ഒരു എക്സ്. അതാണ് ക്യാൻ യു റിവേഴ്സ് എക്സ്. ഇവർ ചെയ്യുമ്പോൾ അവരെങ്ങനെയാണോ റെസ്പോണ്ട് ചെയ്ത് അതുപോലെ തന്നെ തിരിച്ചും സംഭവിക്കുമോ? ക്യാൻ യു റിവേഴ്സ് എക്സ് ആൻഡ് ഗെറ്റ് ദ സെയിം റിസൾട്ട്സ്. അതാണ് ആ ഒരു സിറ്റുവേഷൻ എക്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. മെനി പീപ്പിൾ ബിലീവ് ദാറ്റ് എ വുമൻസ് ഫെമിനിസ്റ്റ് റെസ്പോൺസ് ടു എ ഹസ്ബൻഡ്സ് ഇൻഫിഡലിറ്റി ഷുഡ് ബി ടു ലീവ്. കുറേ പേരുടെ വിശ്വാസമാണ് ഒരു ഹസ്ബൻഡിൻ്റെ ഒരു ഇൻഫിഡലിറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ, അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, മറ്റൊരു അഫെയർ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ത്രീ അവിടെ നിന്ന് വിട്ടിട്ട് പോകണം, അയാൾ ഉപേക്ഷിച്ചിട്ട് പോകണം എന്നുള്ളതാണ് മൊത്തത്തിലുള്ള ഒരു ഫെമിനിസ്റ്റ് ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ റെസ്പോൺസ് എന്ന് പറയുന്നത്. ബട്ട് ഐ തിങ്ക് സ്റ്റേയിങ് ക്യാൻ ഓൾസോ ബി എ ഫെമിനിസ്റ്റ് ചോയ്സ്. അപ്പോൾ നമ്മുടെ റൈറ്റർ പറയാണ് പക്ഷേ അവിടെ തന്നെ അത് അറിഞ്ഞിട്ടും അവിടെ സ്റ്റേ ചെയ്യുക എന്നുള്ളതും ഒരു ഫെമിനിസ്റ്റ് ചോയ്സ് ആണ്, ഡിപ്പെൻഡിങ് ഓൺ ദ കോണ്ടെക്സ്റ്റ്. എല്ലായ്പ്പോഴത്തെയും കാര്യമല്ല, കോണ്ടെക്സ്റ്റ് അനുസരിച്ച്. അപ്പോൾ അദ്ദേഹം ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നു കോണ്ടെക്സ്റ്റിലാണ് അവരുടെ ആ ഒരു ഫെമിനിസം എന്നുള്ള കൺസെപ്റ്റ്. ഇഫ് ചൂഡി സ്ലീപ്സ് വിത്ത് അനദർ വുമൺ ആൻഡ് യു ഫോർഗീവ് ഹിം. ചൂഡി എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് എന്നാണ് കേട്ടോ. ഇഫ് ചൂഡി സ്ലീപ്സ് വിത്ത് അനദർ വുമൺ, ഹസ്ബൻഡ് വേറൊരു സ്ത്രീയുടെ കൂടെ സ്ലീപ്പ് ചെയ്തു എന്നറിയുകയാണെങ്കിൽ ആൻഡ് യു ഫോർഗീവ് ഹിം, അതിനുശേഷം നിങ്ങളെ വൈഫ് എന്ത് ചെയ്യുന്നു അതിനോട് ക്ഷമിക്കുകയും ചെയ്യുന്നു. വുഡ് ദ സെയിം ബി ട്രൂ ഇഫ് യു സ്ലെപ്റ്റ് വിത്ത് അനദർ മാൻ? അതേ കേസ് നമ്മൾ പറഞ്ഞ പോലെ റിവേഴ്സ് എക്സിനെ തിരിച്ചിടുക. ഇതേ കേസ് ഈ വൈഫ് ഇപ്പോൾ ഹസ്ബൻഡ് ഒരു ലേഡിയുടെ വേറൊരു ലേഡിയുടെ കൂടെ ഉറങ്ങി എന്നറിയുമ്പോൾ അതിനെ ഫോർഗീവ് ചെയ്തു വൈഫ് എന്നുണ്ടെങ്കിൽ ഇതേ ഇൻസിഡൻറ്റ് വേറെ പുരുഷൻ്റെ കൂടെ വൈഫ് ടൈം സ്പെൻഡ് ചെയ്തു അല്ലെങ്കിൽ അവരുടെ കൂടെ സ്ലീപ്പ് ചെയ്തു എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് അതേപോലെ ഫോർഗീവ് ചെയ്യുമോ? ആ ഒരു എക്സ് എന്നുള്ള സിറ്റുവേഷൻ റിവേഴ്സ് ചെയ്യുമോ എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. If the answer is yes, then you are choosing to forgive him can feminist choice. അങ്ങനെ യെസ് എന്നാണെങ്കിൽ ഇപ്പോൾ വൈഫ് റെസ്പോണ്ട് ചെയ്ത പോലെ തന്നെ ഫോർഗീവ് ചെയ്യും എന്നുള്ളതാണ് മറുപടി. ഇപ്പോൾ ആ ഒരു മാനും ഫോർഗീവ് ചെയ്യും എന്നാണെങ്കിൽ അവിടെ നിങ്ങൾ ഫോർഗീവ് ചെയ്യുന്നത് നമുക്ക് എന്ത് പറയാം, ഒരു ഫെമിനിസ്റ്റ് ചോയ്സ് ആയിട്ട് തന്നെ പറയാം. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഷേപ്ഡ് ബൈ എ ജെൻഡർ ഇനീക്വാളിറ്റി. അവിടെ എന്തില്ല, ഒരു ഇനീക്വാളിറ്റി ഇല്ല. ആ ഒരു എക്സ് എന്നുള്ള സിറ്റുവേഷൻ തിരിച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡും അതുപോലെ തന്നെ റെസ്പോണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തില്ല, ഒരു ഇനീക്വാളിറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. Sadly, the reality in most marriages is that the answer to that question would often be no, and the reason would be a gender-based, that absurd idea of men will be men, which means having a much lower standard for men. പക്ഷേ അതൊരിക്കലും എസ് ആയിരിക്കില്ല, മറുപടി നോ തന്നെയായിരിക്കും. ഒരു സ്ത്രീ അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുരുഷൻ ഒരിക്കലും അത് തിരിച്ച് അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അതിന് അവർ പറയുന്ന ന്യായീകരണം എന്തായിരിക്കും? മെൻ വിൽ ബി മെൻ, പുരുഷന്മാരാണ്. ആ ഒരു ന്യായീകരണവും അവർ കൊണ്ടുവരും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ആ രണ്ട് ടൈപ്പിൽ അവർ പറയുന്നത്. I have some suggestions for how to raise ജിസാലം. ജിസാലത്തിനെ മോളെ എങ്ങനെ വളർത്തണം എന്നുള്ളത് എനിക്ക് കുറച്ച് സജഷൻസ് ഉണ്ട് എന്നാണ് നമ്മുടെ റൈറ്റർ പറയുന്നത്. ബട്ട് റിമെമ്പർ ദാറ്റ് യു മൈ ഡു ഓൾ ദ തിങ്സ് ഐ സജസ്റ്റ്
ആൻഡ് ഷീ വിൽ സ്റ്റിൽ ടേൺ ഔട്ട് ടു ബി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് യു ഹോപ്ഡ് ബിക്കോസ് സംടൈംസ് ലൈഫ് ജസ്റ്റ് ഡാസ് ഇറ്റ്സ് തിങ്. അപ്പം ഞാനിതൊക്കെ സജഷൻസ് പറഞ്ഞു, നീ അതൊക്കെ അതേപടി ചെയ്തിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിലായിരിക്കും അവൾ നാളെ വളർന്നു വരുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് നമ്മൾ പഠിപ്പിക്കുന്ന അതേപോലെ അവൾ പഠിച്ചോളണമെന്നില്ല. കാരണം എന്താണ്, ലൈഫും ചില കാര്യങ്ങൾ അവരുടേതായ രീതിയിൽ ചെയ്തു കൊടുക്കും. അപ്പോൾ ആ ഒരു ലൈഫ് പോകുന്നതനുസരിച്ച് അവൾക്കും ചില ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത് അതേപടി അവൾ വിശ്വസിക്കും അല്ലെങ്കിൽ അതേപടി ഫോളോ ചെയ്യുന്നൊന്നും നീ പ്രതീക്ഷിക്കാൻ പാടില്ല. വാട്ട് മാറ്റേഴ്സ് ഇസ് ദാറ്റ് യു ട്രൈ. ആകെ നീ എന്താ ചെയ്യുള്ളൂ, നീ ജസ്റ്റ് ട്രൈ ചെയ്യും. ഞാൻ ഈ പറഞ്ഞ സജഷൻസ് ഒക്കെ ഒന്ന് നീ അവളുടെ മേലെ ട്രൈ ചെയ്ത് നോക്ക്. ആൻഡ് ഓൾവേസ് ട്രസ്റ്റ് യുവർ ഇൻസ്റ്റിങ്സ് അബൌട്ട് ഓൾ എൽസ് ബിക്കോസ് യു വിൽ ബി ഗൈഡഡ് ബൈ യുവർ ലവ് ഫോർ യുവർ ചൈൽഡ്. അതേപോലെ തന്നെ എല്ലായ്പ്പോഴും എന്ത് ചെയ്യണം, നിൻ്റെ ആ ഒരു ഇൻസ്റ്റിങ്റ്റിൽ തന്നെയാണ് നീ വിശ്വസിക്കേണ്ടത്. ഹിയർ ആർ മൈ സജഷൻസ്. ഇനി അവരുടെ സജഷൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് സജഷൻ, ബി എ ഫുൾ പേഴ്സൺ. ഒരു ഫുൾ പേഴ്സൺ ആയിരിക്കുക എന്നാ പറഞ്ഞൊരു പൂർണ്ണമായൊരു വ്യക്തിത്വമായിട്ട് ഇരിക്കുക. മദർഹുഡ് ഈസ് എ ഗ്ലോറിയസ് ഗിഫ്റ്റ്. അപ്പോൾ മാതൃത്വം ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് വളരെ ഗ്ലോറിയസ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് തന്നെയാണ്. ബട്ട് ഡു നോട്ട് ഡിഫൈൻ യുവർ സെൽഫ് സോൾലി ബൈ മദർഹുഡ്. പക്ഷേ നിന്നെ കംപ്ലീറ്റ്ലി ആ ഒരു മദർഹുഡിൻ്റെ ബേസിൽ അത് മാത്രം വെച്ചുകൊണ്ട് നിന്നെ ഡിഫൈൻ ചെയ്യാൻ പാടില്ല. ബി എ ഫുൾ പേഴ്സൺ. മൊത്തത്തിലൊരു പേഴ്സൺ ആയിരിക്കും. ജസ്റ്റ് ആ ഒരു മദർ എന്നുള്ളൊരു റോളിലേക്ക് നീ ചുരുങ്ങാൻ പാടില്ല. യുവർ ചൈൽഡ് വിൽ ബെനിഫിറ്റ് ഫ്രം ദാറ്റ്. അപ്പോൾ നീ ഒരു ഫുൾ പേഴ്സണായി നിൽക്കുമ്പോഴാണ് നിൻ്റെ കുഞ്ഞിന് അതിൽ നിന്ന് ഒരു ബെനിഫിറ്റ് കിട്ടുള്ളൂ. ദ പയനിയറിംഗ് അമേരിക്കൻ ജേർണലിസ്റ്റ് മാർലിൻ സാൻഡേഴ്സ്, ഹു വാസ് ദ ഫസ്റ്റ് വുമൺ ടു റിപ്പോർട്ട് ഫ്രം വിയറ്റ്നാം ഡ്യൂറിംഗ് ദ വാർ and who was the mother of a son, once gave this piece of advice to a younger journalist. അപ്പോൾ ഒരു യങ്ങർ ജേർണലിസ്റ്റിനോട് മാർലിൻ സാൻഡേഴ്സ് പറഞ്ഞിട്ടുള്ളത്, അതായത് ആ ഒരു സമയത്ത് വിയറ്റ്നാം വാർ നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു വുമൺ റിപ്പോർട്ടാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഹു വാസ് ദ ഫസ്റ്റ് വുമൺ ടു റിപ്പോർട്ട് ഫ്രം വിയറ്റ്നാം വാർ നടക്കുന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആദ്യത്തെ ഒരു വുമണാണ്. അപ്പോൾ അവർ ഓൾറെഡി എന്ത് തന്നെയാണ്, ഹു വാസ് ദ മദർ ഓഫ് എ സൺ, അവരും ഒരു മകൻ്റെ അമ്മ തന്നെയാണ്. അപ്പോൾ അവർ ഒരു യങ്ങർ ജേർണലിസ്റ്റിനോട് പറയുന്നൊരു കാര്യം, സജഷനാണ് പറയുന്നത്. നെവർ അപ്പോളജൈസ് ഫോർ വർക്കിംഗ്. ജോലി ചെയ്യുന്നതിന് ഒരിക്കലും ആരോടും ക്ഷമ ചോദിക്കരുത്. യു ലവ് വാട്ട് യു ഡു. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിനെ നിങ്ങൾ സ്നേഹിക്കണം. ആൻഡ് ലവിങ് വാട്ട് യു ഡു ഇസ് എ ഗ്രേറ്റ് ഗിഫ്റ്റ് ടു ഗിവ് യുവർ ചൈൽഡ്. നിങ്ങളുടെ കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് ആ ഒരു എന്താ പറയുക, ആ ഒരു അഡ്വൈസ് ഇവിടെ എടുത്ത് കോട്ട് ചെയ്ത് പറയുകയാണ്. ഐ ഫൈൻഡ് ദിസ് ടു ബി സോ വൈസ് ആൻഡ് മൂവിങ്. ആ ഒരു സജഷൻ എന്ന് പറയുന്നത് വളരെ മൂവിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ എന്താ പറയുക വൈസായിട്ടുള്ള ഒരു കാര്യമായിട്ട് അവർക്ക് തോന്നുകയാണ്. യു ഡോണ്ട് ഈവൻ ഹാവ് ടു ലവ് യുവർ ജോബ്. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ജോബിനെ ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. യു ക്യാൻ മേർലി ലവ് വാട്ട് യുവർ ജോബ് ഡസ് ഫോർ യു. നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് എന്താണോ ചെയ്തു തരുന്നത് അതിനെ നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും മതി. എന്തൊക്കെ തരാറുണ്ട് നമുക്ക്? ദ കോൺഫിഡൻസ് ആൻഡ് സെൽഫ് ഫുൾഫിൽമെൻറ്റ് ദാറ്റ് കം വിത്ത് ഡൂയിങ് ആൻഡ് ഏണിങ്. അപ്പോൾ പ്രവൃത്തി ചെയ്യുന്നതിൽ കൂടെയും അതിൽ നിന്ന് പണം സമ്പാദിക്കുന്നതിൽ കൂടെയും കിട്ടുന്ന ഒരു കോൺഫിഡൻസും സെൽഫ് ഫുൾഫിൽമെൻറ്റും ഒക്കെ ആ കാര്യങ്ങളെയൊക്കെ നീ ഇഷ്ടപ്പെട്ടാലും മതി. അല്ലാണ്ട് ചെയ്യുന്ന ജോലിയെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല. It doesn't surprise me that your sister-in-law says you should be a traditional mother and stay home. അപ്പോൾ നമ്മുടെ ഇജയവേലയുടെ സിസ്റ്റർ-ഇൻ-ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്ത് ജോലിക്കൊന്നും പോകണ്ട, നല്ലൊരു ട്രഡീഷണൽ മദറായിട്ട് നിന്നാൽ മതി, വീട്ടിൽ തന്നെ നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് ചൂഡി ക്യാൻ അഫോർഡ് നോട്ട് ടു ഹാവ് എ ഡബിൾ ഇൻകം ഫാമിലി. അപ്പോൾ അവരുടെ ബ്രദറിന് അല്ലെങ്കിൽ ഇവരുടെ ഇജയവേലയുടെ ഹസ്ബൻഡിന് എന്തിനു സാധിക്കും? അവർ രണ്ടുപേർക്കും ഇൻകം ഇല്ല, ഒരാൾക്ക് ഇൻകം ഉള്ളൂന്നുണ്ടെങ്കിലും ആ കുടുംബം കൊണ്ടുപോകാൻ അയാൾക്ക് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നീ ജോലിക്കൊന്നും പോകേണ്ട കാര്യമില്ല, കുട്ടീനെയൊക്കെ നോക്കി വീട്ടിലിരുന്നാൽ മതിയെന്ന് നമ്മുടെ ഇജയവേലയുടെ സിസ്റ്റർ-ഇൻ-ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് പറയണത്. അപ്പോൾ നമ്മുടെ റൈറ്റർ പറയാണ് അതിൽ പ്രത്യേകിച്ച് സർപ്രൈസ് ഒന്നുമില്ല. പീപ്പിൾ വിൽ സെലക്റ്റീവ്ലി യൂസ് ട്രഡീഷൻ ടു ജസ്റ്റിഫൈ എനിത്തിങ്. അപ്പോൾ മനുഷ്യന്മാർ പൊതുവെ അവരുടെ സ്വഭാവമാണ് എന്ത് കാണിച്ചിട്ടുണ്ടെങ്കിലും അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ട്രഡീഷനെ കൂട്ടുപിടിക്കും. Tell her that a double income family is actually the true Igbo tradition because not only did mothers farm and trade before British colonialism, trading was exclusively done by women in some parts of Igbo land. അപ്പോൾ അവരുടെ ആ ഒരു ഇഗ്ബോ ലാൻഡിൻ്റെ പഴയ ഒരു കൾച്ചർ, ഇപ്പോൾ ഇഗ്ബോസ് എന്ന് പറയുന്നത് അവർ ലാർജസ്റ്റ് എത്നിക് ഗ്രൂപ്പാണ് സൗത്ത് ഈസ്റ്റേൺ നൈജീരിയയിലുള്ളത്. അപ്പോൾ ആ ഒരു ഇതിൽ പെടുന്ന ആൾ തന്നെയാണ് ഇജയവേലയും. അപ്പോൾ അവരുടെ ആ ഒരു ട്രഡീഷൻ, അവൾക്ക് ഒറിജിനൽ ട്രഡീഷൻ എന്താണെന്ന് അറിയുന്നുണ്ടെങ്കിൽ പണ്ട് കാലത്ത് ആ ഒരു കൊളോണിയലിസത്തിൻ്റെ ഒക്കെ മുൻപാണെന്നുണ്ടെങ്കിലും ഇഗ്ബോ ലാൻഡിലുണ്ടായിരുന്ന സ്ത്രീകളും അതേപോലെ തന്നെ പുരുഷന്മാരുടെ കൂടെ തന്നെ ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള ജോലി, ട്രേഡിലും കൊമേഴ്സിലും ഒക്കെ കൂടെ വർക്ക് ചെയ്തിരുന്നവരാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ടത്തെ കാലത്ത് ട്രഡീഷണലായിട്ടുള്ള ന്യായീകരണം കൂട്ടുപിടിക്കാൻ സാധിക്കില്ല. പണ്ട് കാലം മുതൽക്കേ നിങ്ങളുടെ ആ ഒരു വംശത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യാറുണ്ട്? സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ച് ജോലി ചെയ്യാറുള്ളവരാണ്. അതൊന്നും അവൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നാണ് പറയുന്നത്. She would know this if reading books were not such an alien enterprise to her. പുസ്തകം വായിച്ച ശീലം ഉണ്ടെങ്കിൽ അവൾക്കത് അറിയുമായിരിക്കും.
Okay, that shark was to cheer you up. I know you are annoyed and you should be, but it is really best to ignore her. അപ്പോൾ എനിക്കറിയാം നീ അവളങ്ങനെ പറഞ്ഞതിൽ നീ കുറച്ച് അനോയ്ഡ് ആയിരിക്കും, പക്ഷേ നീ അത് കാര്യമാക്കണ്ട, അവളെ ജസ്റ്റ് അങ്ങോട്ട് ഇഗ്നോർ ചെയ്താൽ മതി. എവറിബഡി വിൽ ഹാവ് ആൻ ഒപ്പീനിയൻ അബൌട്ട് വാട്ട് യു ഷുഡ് ഡു. എല്ലാവർക്കും നമ്മുടെ കാര്യത്തിൽ അഭിപ്രായം ഉണ്ടായിരിക്കും. നീ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് എല്ലാവർക്കും, ഇതിന് ചുറ്റുമുള്ള എല്ലാവർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ടായിരിക്കും. ബട്ട് വാട്ട് മാറ്റേഴ്സ് ഇസ് വാട്ട് യു വാണ്ട് ഫോർ യുവർ സെൽഫ്. നിനക്ക് എന്താണോ വേണ്ടത് അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ആൻഡ് നോട്ട് വാട്ട് അതേഴ്സ് വാണ്ട് യു ടു വാണ്ട്. നിനക്ക് എന്ത് വേണം എന്നാണ് മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത്, അത് നീ നോക്കേണ്ട കാര്യമില്ല. പ്ലീസ് റിജക്ട് ദ ഐഡിയ ദാറ്റ് മദർഹുഡ് ആൻഡ് വർക്ക് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അതായത് പ്ലീസ് റിജക്ട് ദ ഐഡിയ ദാറ്റ് മദർഹുഡ് ആൻഡ് വർക്ക് ആർ മ്യൂച്വൽ എക്സ്ക്ലൂസീവ്. മദർഹുഡും വർക്കും വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള, മ്യൂച്വൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ള ഒരു ഐഡിയ തന്നെ നീ റിജക്റ്റ് ചെയ്ത് കളയണം. അവർ മദേഴ്സ് വർക്ക്ഡ് ഫുൾ ടൈം വൈൽ വി വർ ഗ്രോയിങ് അപ്പ്. നമ്മൾ വളരുന്ന സമയത്ത് നമ്മുടെ അമ്മമാർ ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് വി ടേൺഡ് ഔട്ട് വെൽ, അറ്റ്ലീസ്റ്റ് യു ഡിഡ്. ദ ജൂറി ഈസ് സ്റ്റിൽ ഔട്ട് ഓൺ മീ. അപ്പോൾ എന്തായാലും നമ്മൾ രണ്ടുപേരും വളരെ നല്ല രീതിയിൽ തന്നെയാണ് വളർന്നു വന്നിട്ടുള്ളത്. പ്രത്യേകിച്ചും നീ നിൻ്റെ കേസൊക്കെ ആണെങ്കിൽ ഒട്ടും മോശമൊന്നും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നല്ല അമ്മമാർ ജോലി ചെയ്യാൻ പാടില്ല എന്നൊന്നും പറയാവുന്ന ഒരു കാര്യമല്ല. In this coming weeks of early motherhood, be kind to yourself. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഏർലി പീരീഡിൽ നീ എന്ത് ചെയ്യണമെന്നാണ്, ബി കൈൻഡ് ടു യുവർ സെൽഫ്. നിന്നോട് തന്നെ ഇത്തിരി കൈൻഡായിട്ടിരിക്കുക. ആസ്ക് ഫോർ ഹെൽപ്പ്. മറ്റുള്ളവരോട് സഹായം ചോദിക്കുക. എക്സ്പെക്ട് ടു ബി ഹെൽപ്ഡ്. മറ്റുള്ളവർ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളത് എക്സ്പെക്ട് ചെയ്യണം. അതായത് എല്ലാം ഞാനാണ് കുഞ്ഞിൻ്റെ അമ്മ എന്ന് വിചാരിച്ച്, അത് ആദ്യത്തെ ഡെലിവറിയും കൂടെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിഞ്ഞോളണമെന്നില്ല. പക്ഷെ അത് വിചാരിച്ചിട്ട് ഞാനല്ലേ അമ്മ എന്ന് വിചാരിച്ച് അറിയാത്ത പണികൾ പോലും കഷ്ടപ്പെട്ട് ചെയ്യേണ്ട കാര്യമില്ല. അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ, ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ, സമയം കിട്ടാത്ത കാര്യമാണ്, മാനേജ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോട് സഹായം ചോദിക്കണം. അതിൽ തെറ്റൊന്നുമില്ല. ദർ ഇസ് നോ സച്ച് തിങ്സ് ആസ് എ സൂപ്പർ വുമൺ. ഒരു സൂപ്പർ വുമൺ ആവാൻ, എല്ലാ ജോലിയും ഒറ്റയ്ക്ക് ചെയ്യുന്നൊരു സൂപ്പർ വുമൺ ആവാനൊന്നും നിൽക്കണ്ട. പാരൻറ്റിങ് ഈസ് അബൌട്ട് പ്രാക്ടീസ് ആൻഡ് ലവ്. പാരൻറ്റിങ് എന്ന് പറയുന്നത് പ്രാക്ടീസും ലവും കൂടെ ചേർന്നിട്ടുള്ളതാണ്. I do wish though that parent had not been turned into a verb, which I think is a root of the global middle class phenomenon of parenting as one endless anxious journey of guilt. Give yourself room to fail. A new mother does not necessarily know how to calm a crying baby. ചിലപ്പോഴൊക്കെ നിനക്കും തെറ്റുകൾ പറ്റാം. അപ്പോൾ ഒരു ന്യൂ അല്ലെങ്കിൽ ഒരു പുതിയൊരു അമ്മയ്ക്ക് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഡെലിവറി ആണെന്നല്ല അവർക്ക് ഒരിക്കലും കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ പെട്ടെന്ന് തന്നെ കാമാക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഡോണ്ട് അസ്യൂം ദാറ്റ് യു ഷുഡ് നോ എവറിത്തിങ്. നിനക്ക് എല്ലാം അറിഞ്ഞിരിക്കണം, ഒരു അമ്മ എന്നുള്ള നിനക്ക് എല്ലാം അറിഞ്ഞിരിക്കണമെന്ന് നീ ഒരിക്കലും വിചാരിക്കരുത്. റീഡ് ബുക്സ്, ലുക്ക് തിങ്സ് അപ്പോൺ ദ ഇൻ്റർനെറ്റ്, ആസ്ക് ഓൾഡർ പാരൻസ്. അപ്പോൾ പുസ്തകങ്ങൾ വായിക്കുക, ഇൻ്റർനെറ്റിൽ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുക, പ്രായമുള്ള പാരൻസിനോട് കാര്യങ്ങൾ അന്വേഷിക്കാം. ഓർ ജസ്റ്റ് യൂസ് ട്രയൽ ആൻഡ് എറർ. അപ്പോൾ ട്രയൽ ആൻഡ് എറർ പല കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ പഠിക്കുമല്ലോ, അങ്ങനെ തെറ്റിച്ച് പഠിക്കുമല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ബട്ട് എബവ് ഓൾ ലെറ്റ് യുവർ ഫോക്കസ് ബി ഓൺ റിമൈനിങ് എ ഫുൾ പേഴ്സൺ. ഇതിൻ്റെയൊക്കെ മേലെ ഈ കാര്യങ്ങളൊക്കെ പഠിക്കണം, കുഞ്ഞിനെ നോക്കണം, എല്ലാ കാര്യങ്ങളും ശരിയാണ്. പക്ഷേ എല്ലാറ്റിൻ്റെയും മേലെ നീ എന്ത് ചെയ്യണം? യു ഷുഡ് ഫോക്കസ് ഓൺ യുവർ സെൽഫ്. അതായത് ആ ഒരു ഫുൾ പേഴ്സൺ, നീ ഒരു ഫുൾ പേഴ്സൺ ആവാൻ വേണ്ടി ആ ഒരു പോയിന്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു എയിമിലേക്ക് മാത്രം നീ മെയിനായിട്ട് ഫോക്കസ് ചെയ്യണം. ടേക്ക് ടൈം ഫോർ യുവർ സെൽഫ്. സമയം എടുത്തോളൂ. നർച്ചർ യുവർ ഓൺ നീഡ്സ്. നിൻ്റെ ആവശ്യങ്ങളൊക്കെ നർച്ചർ ചെയ്ത് എടുത്തോളൂ. Please do not think of it as doing it all. Our culture celebrates the idea of women who are able to do it all. അപ്പോൾ എല്ലാം ഒന്നിച്ച് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല. കാരണം നമ്മുടെ സമൂഹം എന്താ വിചാരിക്കുന്നത്, സ്ത്രീകളാണെങ്കിൽ എല്ലാം ചെയ്യണം, എല്ലാ ജോലികളും ഓടി നടന്ന് ചെയ്യുന്ന ഒരാളാണെന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ അതിനൊന്നും നീ നിന്ന് കൊടുക്കണ്ട. ബട്ട് ഡസ് നോട്ട് ക്വസ്റ്റ്യൻ ദ പ്രിമൈസ് ഓഫ് ദാറ്റ് പ്രൈസ്. അതേപോലെ തന്നെ എന്തും ചെയ്യരുത്, ആ ഒരു പ്രൈസിനോട് അങ്ങനെയാണ് ഇങ്ങനെയെന്ന് പറഞ്ഞാൽ പുകഴ്ത്തുമല്ലോ, സ്ത്രീകൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. I have no interest in the debate about women doing it all because it is a debate that assumes that caregiving and domestic work are singularly female domains, an idea that I strongly reject. അപ്പോൾ അവർ പറയുകയാണ്, അതായത് ഒരു കുട്ടികളെ കെയർ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനത്തെ ജോലികൾ, ഡൊമസ്റ്റിക് വർക്കുകൾ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഫീമെയിലിന് മാത്രം പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് നമ്മുടെ റൈറ്റർ വളരെ സ്ട്രോങ് ആയിട്ട് റിജക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഡൊമസ്റ്റിക് വർക്ക് ആൻഡ് കെയർ ഗിവിംഗ് ഷുഡ് ബി ജെൻഡർ ന്യൂട്രൽ. വീട്ടു ജോലികളും അതേപോലെ തന്നെ കുട്ടികളെ കെയർ ചെയ്യുന്ന പോലത്തെ ജോലികളും ഒക്കെ എന്താണ്, ജെൻഡർ ന്യൂട്രലാണ്. അത് സ്ത്രീകളും പുരുഷന്മാരും ഈക്വലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആൻഡ് വി ഷുഡ് ബി ആസ്കിങ് നോട്ട് വെദർ എ വുമൺ ക്യാൻ ഡു ഇറ്റ് ഓൾ ബട്ട് ഹൗ ബെസ്റ്റ് ടു സപ്പോർട്ട് പാരൻസ് ഇൻ ദെയർ ഡ്യുവൽ ഡ്യൂട്ടീസ് അറ്റ് വർക്ക് ആൻഡ് അറ്റ് ഹോം. ഇത്രയാണ് ഫസ്റ്റ് സജഷനായിട്ട് പറയാനുള്ളത്. ഇനി പറയുന്നത് ഫസ്റ്റ് സജഷൻ എന്തായിരുന്നു? ബി എ ഫുൾ പേഴ്സൺ എന്നുള്ളതായിരുന്നു. പൂർണ്ണനായാലൊരു വ്യക്തിയായിട്ട് മാറുക, അല്ലെങ്കിൽ ജസ്റ്റ് ആ മദർഹുഡിലേക്ക് ഒതുങ്ങി കൂടാതിരിക്കുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് സജഷൻ. ഇനി സെക്കൻഡ് സജഷനാണ് ഡു ഇറ്റ് ടുഗെദർ.
ഒന്നിച്ച് ചെയ്യുക, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എല്ലാ ജോലികളും ഒന്നിച്ച് ഈക്വലായിട്ട് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. റിമെമ്പർ ഇൻ പ്രൈമറി സ്കൂൾ വി ലേൺ ദാറ്റ് എ വേർബ് വാസ് എ ഡൂയിങ് വേർഡ്. അപ്പോൾ നമ്മൾ പ്രൈമറി സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതായത് വേർബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു പ്രവൃത്തി ചെയ്യുക, ഒരു ഡൂയിങ്ങിനെയാണ്, എന്തോ ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, വേർബ് എന്ന് പറയുന്നതെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. വെൽ എ ഫാദർ ഈസ് ആസ് മച്ച് എ വേർബ് ആസ് എ മദർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രവൃത്തി ചെയ്യുക എന്നുള്ളതാണെങ്കിൽ ഒരു മദർ വേർബാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മദർ വേർബ് മീൻസ് നമ്മൾ പറയുന്ന അതിൻ്റെ ഒരു ഒറിജിനൽ മീനിങ്ങിൽ അങ്ങനെ എടുക്കണ്ട, ഒരു പ്രവൃത്തി ചെയ്യുന്നയാൾ എന്നുള്ള രീതിക്ക്, അല്ലെങ്കിൽ പ്രവൃത്തി എന്നുള്ള രീതിക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മദർ എങ്ങനെയാണ് ഒരു വേർബാവുന്നത്, അതുപോലെ തന്നെ എന്തുമാണ്, ഫാദറും വേർബ് തന്നെയാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫാദറും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യേണ്ട ആളാണ്. Judy should do everything that biology allows, which is everything but breastfeeding. അപ്പോൾ ഹസ്ബൻഡ് എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, ഒരു ബ്രസ്റ്റ് ഫീഡിങ് ഒഴികെ, അതിപ്പോൾ ഹസ്ബൻഡിനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, അതൊഴികെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ആർക്കും ചെയ്യാം, ഹസ്ബൻഡിനും ചെയ്യാവുന്നതാണ്. Sometimes mothers, so conditioned to be all and do all, are complicit in diminishing the role of fathers. അപ്പോൾ മിക്കപ്പോഴും അമ്മമാരെല്ലാം ചെയ്യാമെന്നുള്ളതിൽ കൂടെ എന്താ ചെയ്യുന്നത്, അവർ അച്ഛന്മാരുടെ ആ ഒരു റോളിനെ കുറച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. You might think that Judy will not bath her exactly as you would like. അപ്പം നിനക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും, നിൻ്റെ ഹസ്ബൻഡ് ചിലപ്പോൾ അവളെ കുഞ്ഞിനെ നല്ല രീതിയിൽ നീ കുളിപ്പിക്കുന്ന പോലെ കുളിപ്പിക്കില്ല എന്ന് ചിലപ്പോൾ നിനക്ക് തോന്നുന്നുണ്ടാവും. സ്ത്രീകളുടെ ധാരണയാണ്, ഞാൻ ചെയ്യുന്ന പോലെ വൃത്തിയാവില്ല, ഞാൻ ചെയ്യുന്ന പോലെ, അങ്ങനത്തെ ചിന്ത ഉണ്ടല്ലോ, അതിനാണ് ഇവിടെ പറയുന്നത്. ദാറ്റ് ഹി മൈറ്റ് നോട്ട് വൈപ്പ് ഹെർ ബം ആസ് പെർഫെക്റ്റ്ലി ആസ് യു ഡു. വൃത്തിയായിട്ട് കഴുകില്ല, നേരെ തുടച്ചു കൊടുക്കില്ല, അതൊക്കെ നിനക്കൊരു തോന്നലാണ്. നിൻ്റെ ഹസ്ബൻഡ് അതൊന്നും ചെയ്യില്ല, മോളെ അങ്ങനെയൊന്നും വൃത്തിയായിട്ട് ഞാൻ നോക്കുന്ന പോലെ കുളിപ്പിക്കുകയും തുടയ്ക്കുകയൊന്നും ചെയ്യില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടാവും. ബട്ട് സോ വാട്ട്, എന്നാൽ എന്താ കുഴപ്പം? വാട്ട് ഈസ് ദ വേഴ്സ്റ്റ് ദാറ്റ് ക്യാൻ ഹാപ്പൻ? അങ്ങനെ ഒന്നും നേരെ കുളിപ്പിച്ചില്ല എന്നുണ്ടെങ്കിലും, ജസ്റ്റ് നേരെ തുടച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിലും എന്താ അത്രയും വലിയൊരു പ്രശ്നം സംഭവിക്കാനുള്ളത്? ഷി വോണ്ട് ഡൈ അറ്റ് ദ ഹാൻഡ്സ് ഓഫ് എ ഫാദർ. അതുകൊണ്ട് ഒരിക്കലും നിൻ്റെ കുഞ്ഞ് മരിച്ചു പോകാനൊന്നും പോകുന്നില്ല. സീരിയസ്ലി ഹി ലവ്സ് ഹർ. കാരണം എന്താ, അച്ഛന് മകളോട് സ്നേഹം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രശ്നം വരാനൊന്നും ഒരിക്കലും അയാൾ അനുവദിക്കില്ല. ഇറ്റ് ഈസ് ഗുഡ് ഫോർ ഹർ ടു ബി കെയർഡ് ഫോർ ബൈ ഹർ ഫാദർ. അപ്പോൾ ആ കുഞ്ഞിനും വളരെ നല്ലൊരു കാര്യമാണ് എന്ത്, അച്ഛനെ കൊണ്ട് കെയർ ചെയ്യപ്പെടുന്നത്. സോ ലുക്ക് എവേ, അറസ്റ്റ് യുവർ പെർഫെക്ഷനിസം. ഇപ്പം എന്ത് ചെയ്യുക, നീ ജസ്റ്റ് അത് ഒഴിവാക്കി വിടുക. അതേപോലെ തന്നെ എന്താണ്, ആ ഒരു പെർഫെക്ഷനിസം, ഞാൻ ചെയ്താലേ പെർഫെക്റ്റ് ആവൂ എന്നുള്ള ചിന്തയൊക്കെ വേണ്ടാന്ന് വയ്ക്കുക. സ്റ്റിൽ യുവർ കണ്ടീഷൻ സെൻസ് ഓഫ് ഡ്യൂട്ടി. ഷെയർ ചൈൽഡ് ക്യാൻ ഈക്വലി. അപ്പോൾ ആ ഒരു കുഞ്ഞിനെ വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നില്ല, ഷെയർ ചൈൽഡ് കെയർ ഈക്വലി. കുഞ്ഞിൻ്റെ ഒരു കെയറിംഗ് എന്ന് പറയുന്നത് ഈക്വലായിട്ട് ഷെയർ ചെയ്യുക. ഈക്വലി ഓഫ് കോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ യു ബോത്ത്. And you will have to work it out, paying equal attention to each person's needs. രണ്ടുപേരുടെയും നീഡ്സിനെയൊക്കെ ഈക്വൽ അറ്റൻഷൻ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, ഡ്യൂട്ടികളെയൊക്കെ ഡിവൈഡ് ചെയ്തെടുക്കുക. ഇറ്റ് ഡസ് നോട്ട് ഹാവ് ടു മീൻ എ ലിറ്ററൽ 50-50. അതിനർത്ഥം കൃത്യമായിട്ട് ഒരു ജോലി എനിക്ക്, ഒരു ജോലി നിനക്ക്, അങ്ങനെ അളന്നു മുറിച്ച് 50-50 ആക്കാനും നമുക്ക് പറ്റില്ല. ഓർ എ ഡേ ബൈ ഡേ സ്കോർ കീപ്പിംഗ്, ബട്ട് യു വിൽ നോ വെൻ ദ ചൈൽഡ് കെയർ വർക്ക് ഇസ് ഈക്വലി ഷെയർ. പക്ഷെ നിങ്ങൾക്ക് തോന്നും, നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ കാര്യങ്ങളാണ് ഷെയർ ചെയ്യേണ്ടത്. അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ പരസ്പരം മനസ്സിലായിക്കോളും. You will know by your lack of resentment, because when there is true equality, resentment does not exist. അപ്പോൾ ആ ഒരു നല്ലൊരു ഈക്വാലിറ്റി രണ്ടുപേരും തമ്മിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും യാതൊരു തരത്തിലൊരു റിസെൻമെൻറ്റും അവിടെ ഉണ്ടാവാനുള്ള ചാൻസ്, ഒരു നീരസോ കാര്യങ്ങളോ ഒന്നും അവിടെ ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. ആൻഡ് പ്ലീസ് റിജക്ട് ദ ലാംഗ്വേജ് ഓഫ് ഹെൽപ്പ്. അതേപോലെ തന്നെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ എന്നുള്ള ഒരു ലാംഗ്വേജ് കംപ്ലീറ്റ്ലി ഒഴിവാക്കണം. ചൂഡ് ഈസ് നോട്ട് ഹെൽപ്പിംഗ് യു ബട്ട് കെയറിങ് ഫോർ ഹിസ് ചൈൽഡ്. അപ്പോൾ ഒരു കുഞ്ഞിനെ ഇതൊന്ന് കുളിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് നോക്കുമോ, ഒന്ന് കരച്ചിൽ നിർത്തുകയോ, ഫുഡ് കൊടുക്കുമോ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഹെൽപ്പല്ല, വൈഫിന് കൊടുക്കുന്ന ഹെൽപ്പല്ല. മറിച്ച് എന്താണ്, അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനെ കെയർ ചെയ്യണം. അതിന് നമുക്ക് എങ്ങനെ ഒരു ഹെൽപ്പായിട്ട് കാണാൻ സാധിക്കും? ഹി ഈസ് ഡൂയിങ് വാട്ട് ഹി ഷുഡ്. അയാൾ എന്താണോ ചെയ്യേണ്ടത് അതാണ് അയാൾ ചെയ്യുന്നത്. വെൻ വി സേ ഫാദേഴ്സ് ആർ ഹെൽപ്പിംഗ്, വി ആർ സജസ്റ്റിംഗ് ദാറ്റ് ചൈൽഡ് കെയർ ഇസ് എ മദേഴ്സ് ടെറിട്ടറി ഇൻ ടു വിച്ച് ഫാദേഴ്സ് വാലിയൻ്റ്ലി വെഞ്ചർ. അപ്പോൾ നമ്മളെപ്പോഴും പറയും, ഹസ്ബൻഡ് അല്ലെങ്കിൽ ഫാദർ കുഞ്ഞിനെ അല്ലെങ്കിൽ വൈഫിനെ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ആ ഒരു ഏരിയ എന്ന് പറയുന്നത്, കുഞ്ഞിനെ നോക്കാമെന്ന് പറയുന്ന ഫുൾ ഏരിയ അമ്മയുടെ മാത്രം ഏരിയയാണ്, അമ്മയുടെ മാത്രം ടെറിട്ടറിയാണ് എന്നൊരു ഇൻഡയറക്റ്റ് മീനിങ് ആണ് അവിടെ വരുന്നത്. അതിൽ ജസ്റ്റ് ഒരു ഹെൽപ്പറെ പോലെ വരുന്ന ഒരാളായിട്ടാണ് അച്ഛനെ അവിടെ കാണിക്കുന്നത്. അപ്പോൾ അതൊരിക്കലും പറയാൻ പാടില്ല. ഇറ്റ് ഈസ് നോട്ട്, അങ്ങനെയല്ല. ക്യാൻ യു ഇമാജിൻ ഹൗ മെനി മോർ പീപ്പിൾ ടുഡേ വുഡ് ബി ഹാപ്പിയർ, മോർ സ്റ്റേബിൾ, ബെറ്റർ കോൺട്രിബ്യൂട്ടേഴ്സ് ടു ദ വേൾഡ് ഇഫ് ഓൺലി ദെയർ ഫാദേഴ്സ് ഹാഡ് ബീൻ ആക്റ്റീവ്ലി പ്രസൻറ്റ് ഇൻ ദെയർ ചൈൽഡ്ഹുഡ്. അവർ ചോദിക്കുകയാണ്, ഇപ്പം നമ്മൾ ഇന്നത്തെ ആ ലോകം നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ എത്ര പേര് കൂടുതൽ ഹാപ്പി ആയിട്ട്, കൂടുതൽ സ്റ്റേബിളായിട്ട്, കൂടുതൽ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുമായിരിക്കും എപ്പോൾ, ഏത് സിറ്റുവേഷനിൽ അവർക്ക് ചെറുപ്പത്തിലെ ആ ഒരു അച്ഛൻ്റെ ആ ഒരു കെയറും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ ഒരുപാട് പേര് ഇപ്പോൾ നിൽക്കുന്നതിനേക്കാൾ നല്ല സിറ്റുവേഷനിലേക്ക് മാറുമായിരുന്നു.
And never say that today's babysitting people who babysit are people for whom the baby is not a primary responsibility. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും എന്ത് ചൂടി ആ ഒരു ഹസ്ബൻഡ് ആ ഒരു കുഞ്ഞിനെ നോക്കുന്ന ഒരിക്കലും ബേബി സിറ്റിംഗ് ആയിട്ടും കണക്കാൻ പറ്റില്ല. കാരണം ബേബി സിറ്റിംഗ് എന്ന് പറയുന്നത് ബേബി സിറ്റർ എന്ന് പറയുന്ന ആൾക്ക് ആ ഒരു കുഞ്ഞുമായിട്ട് യാതൊരു തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ഇല്ല. അപ്പോൾ ഒരിക്കലും അച്ഛൻ എന്ന് പറയുന്നത് അങ്ങനെയല്ലോ, അയാൾക്ക് ആ കുട്ടിയുമായിട്ട് റെസ്പോൺസിബിലിറ്റിയും ആ ഒരു ഇൻറ്റിമസി ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു വാക്ക് നമുക്കവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. ചുടി ഡാസ് നോട്ട് ഡിസേർവ് എനി സ്പെഷ്യൽ ഗ്രാറ്റിറ്റ്യൂഡ് ഓർ പ്രൈസ്. അപ്പോൾ അതിനെ കുഞ്ഞിനെ നോക്കി എന്നും പറഞ്ഞിട്ട് പ്രത്യേകിച്ചൊരു നന്ദി പ്രകടനമോ അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു പുകഴ്ത്തലിൻ്റെ ഒന്നും ആവശ്യമില്ല. നോ ഡു യു ബോത്ത് മെയ്ഡ് ദ ചോയ്സ് ടു ബ്രിങ് എ ചൈൽഡ് ഇൻ ടു ദ വേൾഡ് ആൻഡ് ദ റെസ്പോൺസിബിലിറ്റി ഫോർ ദാറ്റ് ചൈൽഡ് ബിലോങ്സ് ഈക്വലി ടു യു ബോത്ത്. അപ്പോൾ അതേപോലെ ഹസ്ബൻഡിന് അതിൻ്റെ പ്രൈസിൻ്റെ ഒരു പുകഴ്ത്തലിൻ്റെ ആവശ്യമില്ല, അതുപോലെ തന്നെ നിനക്കും അതിൻ്റെ ആവശ്യമില്ല. നീ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് വൈഫിനെയും കുറിച്ച് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ അമ്മയോടും പറയേണ്ട കാര്യമില്ല. കാരണം എന്താ, രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് എന്ത് തീരുമാനിച്ചിട്ടുള്ളത്, ആ ഒരു കുഞ്ഞിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി രണ്ടുപേർക്കും ഈക്വൽ ആണ്. It would be different if you were a single mother, whether by circumstance or choice, because doing it together would then not be an option. പക്ഷേ നിങ്ങൾ സിംഗിൾ മദർ ആണെന്നുണ്ടെങ്കിൽ, ഹസ്ബൻഡ് മരിച്ചു പോവുക അല്ലെങ്കിൽ സെപ്പറേറ്റ് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്കത് ഡൂയിങ് ഇറ്റ് ടുഗെദർ ഒന്നിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അവിടെ ചിലപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ബട്ട് യു ഷുഡ്, ഈ ലൈൻ ഇമ്പോർട്ടൻ്റ് ആണ്, ബട്ട് യു ഷുഡ് നോട്ട് ബി എ സിംഗിൾ മദർ അൺലെസ് യു ആർ ട്രൂലി എ സിംഗിൾ മദർ. പക്ഷേ നിങ്ങൾ ശരിക്കും ഒരു സിംഗിൾ മദർ അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു സിംഗിൾ മദറിൻ്റെ റോൾ എടുക്കാൻ പാടില്ല. അതായത് കൂടെ ഒരു ഹസ്ബൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും സിംഗിൾ മദറിനെ പോലെ എല്ലാ ജോലികളും ഒറ്റയ്ക്ക് ചെയ്യാൻ പാടില്ല. അവരുടെ ലൈനിൽ പറഞ്ഞ കാര്യങ്ങൾ ഫുള്ള് ക്ലിയർ ആണ്. My friend Noabu once told me that because his wife left when his kids were young, he became Mr. Mom. അപ്പോൾ അവരുടെ നമ്മുടെ റൈറ്ററിൻ്റെ ഫ്രണ്ടിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അവരുടെ വൈഫ് പെട്ടെന്ന് ഇല്ല, അതായത് ഹിസ് വൈഫ് ലെഫ്റ്റ് വെൻ ഹിസ് കിഡ്സ് വർ യങ്, കുഞ്ഞുങ്ങൾ വളരെ ചെറുതായിരുന്ന സമയത്ത് തന്നെ വൈഫ് പോയത് കൊണ്ട് തന്നെ ആ ഒരു അച്ഛൻ എന്തിൻ്റെ റോളായിട്ട് എടുക്കുകയാണ്, മിസ്റ്റർ മം ആയിട്ട് മാറുകയാണ്. അതായത് അച്ഛൻ്റെയും അമ്മയുടെയും റോള് ഒന്നിച്ച് അയാൾ ഏറ്റെടുക്കുകയാണ്. ബൈ വിച്ച് ഹി മെൻ ദാറ്റ് ഹി ഡിഡ് ദ ഡെയിലി കെയർ ഗിവിങ്, ബട്ട് ഹി വാസ് നോട്ട് ബീയിങ് എ മിസ്റ്റർ മം, ഹി വാസ് സിംപ്ലി ബീയിങ് എ ഡാഡ്. അതായത് ആ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ അമ്മയുടെ സ്നേഹവും കാര്യങ്ങളും കൊടുക്കുന്നു, കെയർ കൊടുക്കുന്നു. ആ ഒരു രീതിക്ക് രണ്ടുപേരുടെയും റോൾ ഒരുപോലെ അദ്ദേഹം ചെയ്യുകയുണ്ടായി. ഇനി പറയുന്നത് തേർഡ് സജഷൻ ആണ്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് എന്തായിരുന്നു, ബി എ ഫുൾ പേഴ്സൺ, ഒരു കംപ്ലീറ്റ് പേഴ്സൺ ആവുക, മദർഹുഡിലേക്ക് ഒതുങ്ങരുത്. സെക്കൻഡ് പറഞ്ഞത് ഡു ഇറ്റ് ടുഗെദർ, എല്ലാ ജോലികളും കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യുക ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഇനി തേർഡ് സജഷൻ, ടീച്ച് ഹർ ദാറ്റ് ദ ഐഡിയ ഓഫ് ജെൻഡർ റോൾസ് ഇസ് അബ്സൊല്യൂട്ട് നോൺസെൻസ്. അതായത് ജെൻഡർ റോൾസ്, പെൺകുട്ടി അങ്ങനെ ചെയ്യണം ആൺകുട്ടി ഇങ്ങനെ ചെയ്യണം എന്നുള്ള ആ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് വെറും മണ്ടത്തരമാണ്, വെറും നോൺസെൻസ് ആണ് എന്നുള്ളത് നമ്മുടെ മോളേനെ പഠിപ്പിച്ചു കൊടുക്കണം. ഡു നോട്ട് എവർ ടെൽ ഹർ ദാറ്റ് ഷീ ഷുഡ് ഓർ ഷുഡ് നോട്ട് ഡു സംതിങ് ബിക്കോസ് ഷീ ഈസ് എ ഗേൾ. അവളോട് ഒരിക്കലും പറയരുത് നീ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് ഇത് ചെയ്യണം, നീ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് ഇത് ചെയ്യരുത് എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. ബിക്കോസ് യു ആർ എ ഗേൾ ഇസ് നെവർ എ റീസൺ ഫോർ എനിത്തിങ് എവർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ എതിർക്കാനോ അല്ലെങ്കിൽ തടസ്സപ്പെടുത്താനോ നടത്താനോ ആയിട്ടുള്ളൊരു കാരണമല്ല ഒരിക്കലും എന്ത്, ബിക്കോസ് യു ആർ എ ഗേൾ, നീ ഒരു പെൺകുട്ടി ആയതുകൊണ്ട്. അതൊരിക്കലും ഒന്നിനുമുള്ള റീസൺ അല്ല. I remember being told as a child to bend down properly while sweeping like a girl. അപ്പോൾ അവർ പറയുകയാണ്, ഒരു വട്ടം ഒരു കേൾക്കുന്നുണ്ടായിരുന്നു, ഒരു കുട്ടിയുടെ അടുത്ത്, പെൺകുട്ടിയുടെ അടുത്ത് പറയണ്ടായിരുന്നു, ഒരു മുതിർന്ന ആൾ പറയുമായിരുന്നു, ബെൻഡ് ഡൗൺ പ്രോപ്പർലി വൈൽ സ്വീപ്പിംഗ് ലൈക്ക് എ ഗേൾ, ഒരു പെൺകുട്ടീനെ പോലെ നല്ലോണം കുനിഞ്ഞ് മുറ്റം അടിച്ചു വാരാ അല്ലെങ്കിൽ കുനിഞ്ഞ് അടിച്ചു വാരാ എന്ന് പറയുന്ന സിറ്റുവേഷൻ അവർ കാണുന്നുണ്ടായിട്ടുണ്ട്. വിച്ച് മെൻ ദാറ്റ് സ്വീപ്പിംഗ് വാസ് അബൌട്ട് ബീയിങ് ഫീമെയിൽ. അപ്പോൾ ആ സെൻറ്റൻസ് കേട്ടാൽ നമുക്ക് എന്താ തോന്നുന്നത്, പെൺകുട്ടിയെ പോലെ കുനിഞ്ഞ് മുറ്റം അടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ആ ഒരു അടിച്ചു വാരുക എന്ന് പറയുന്ന ഒരു സംഭവം ഈ പറഞ്ഞ പോലെ പെൺകുട്ടികളുടെ റോളാണ്, ക്ലീനിങ് എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ റോളാണ് എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു മീനിങ് അവിടെ വരുന്നുണ്ട്. ഐ വിഷ് ഐ ഹാഡ് ബീൻ ടോൾഡ് സിംപ്ലി ബെൻഡ് ഡൗൺ ആൻഡ് സ്വീപ്പ് പ്രോപ്പർലി ബിക്കോസ് യു വിൽ ക്ലീൻ ദ ഫ്ലോർ ബെറ്റർ. അപ്പോൾ അവർ പറയുകയാണ്, ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ പോലെ, അതായത് നല്ലോണം കുനിഞ്ഞിട്ട് സ്വീപ്പ് ചെയ്യുക എന്ന് പറയുന്നതിനേക്കാൾ നന്നായിട്ട് നല്ലോണം കുനിഞ്ഞ് സ്വീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലോർ ഒന്നും കൂടി വൃത്തിയാവും എന്നല്ലേ പറയേണ്ടിയിരുന്നത്. അല്ലാണ്ട് പെൺകുട്ടികളെ പോലെ കുനിഞ്ഞ് സ്വീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര മോശമായിപ്പോയി. അതായത് പെൺകുട്ടികളെയാണ് ആ റോൾ എന്ന് പറയുന്നത് പോലെയാണ്. പക്ഷേ ജസ്റ്റ് ക്ലീൻ നല്ലോണം വൃത്തിയാവണമെങ്കിൽ നല്ലോണം കുനിഞ്ഞ് സ്വീപ്പ് ചെയ്യുക എന്നായിരുന്നല്ലോ പറയേണ്ടിയിരുന്നത് എന്നവർ പറയുകയാണ്. ആൻഡ് ഐ വിഷ് മൈ ഹാഡ് ബീൻ ടോൾഡ് ദ സെയിം തിങ്. അപ്പോൾ അവർക്ക് തോന്നുകയാണ് ഞാനത് പറഞ്ഞാൽ മതിയായെന്നല്ലെങ്കിൽ അതല്ലേ ശരിക്കും പറയേണ്ടത് എന്നവർക്ക് ഫീൽ ചെയ്യാണ്.
There have been recent Nigerian social media debates about women and cooking, about how wives have to cook for husbands. അപ്പോൾ ഈ അടുത്ത് ഒരു നൈജീരിയൻ സോഷ്യൽ മീഡിയയിൽ ഒരു ഡിബേറ്റ് കാണുന്നുണ്ടായി, അതായത് ഹസ്ബൻഡ്സിന് വേണ്ടി എങ്ങനെയാണ് വൈഫ് കുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളത്. ഇറ്റ് ഈസ് ഫണ്ണി ഇൻ ദ വേ ദാറ്റ് സാഡ് തിങ്സ് ആർ ഫണ്ണി. ശരിക്കും പറഞ്ഞാൽ കോമഡിയാണ്, പക്ഷെ അവർ പറയുകയാണ് സാഡ് തിങ്സ്, വിഷമകരമായ കാര്യങ്ങളൊക്കെ എപ്പോഴും എന്താണ് ഫണ്ണി ആയിട്ട് നമുക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. ദാറ്റ് വി ആർ സ്റ്റിൽ ടോക്കിംഗ് അബൌട്ട് കുക്കിംഗ് ആസ് സം കൈൻഡ് ഓഫ് മാരേജബിലിറ്റി ടെസ്റ്റ് ഫോർ women. The knowledge of cooking does not come pre-installed in vagina. അപ്പോൾ അവർ പറയുകയാണ്, ശരിക്കും തമാശയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കിംഗ് അറിയാമെന്ന് പറയുന്ന ഒരു മാരേജബിലിറ്റി ടെസ്റ്റ് പോലെയാണ്. അതായത് കല്യാണം കഴിക്കണമെങ്കിൽ ഹസ്ബൻഡിന് കുക്ക് ചെയ്ത് കൊടുക്കാൻ അറിയണം എന്നുള്ള ഒരു കണ്ടീഷൻ പോലെ സ്ത്രീകളുടെ തലയിൽ അടിച്ചേൽപ്പിച്ച് കൊടുക്കുന്ന ഒരു കാര്യമാണ് കുക്കിംഗ്. അത് ഈ എന്താ പറയുക, ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരെ ആ രീതിക്ക് പറയുന്നത് കാണുമ്പോൾ ശരിക്കും അതൊരു കോമഡിയാണെന്നാണ് പറയണം. The knowledge of cooking does not come pre-installed in vagina. അപ്പോൾ അവർ പറയുന്നത് സ്ത്രീകൾക്ക് മാത്രമാണ് കുക്കിംഗ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അവരുടെ വജൈനയിൽ ജനിച്ച പാടെ അതിൽ ഇൻസ്റ്റാൾ ചെയ്ത് വന്നിട്ടുള്ളൊരു കഴിവൊന്നും അല്ലല്ലോ കുക്കിംഗ് എന്നവർ ചോദിക്കുകയാണ്. കുക്കിംഗ് ഈസ് ലേൺഡ്. കുക്കിംഗ് പഠിച്ചെടുക്കുന്ന ഒരു സംഭവം, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. Cooking domestic work in general, a life skill that both men and women should ideally have. അപ്പോൾ കുക്കിങ്ങും അതേപോലെ വീട്ടിലത്തെ ജോലികളൊക്കെ എന്ന് പറയുന്നത് സ്ത്രീകളും പുരുഷനും ഒരേപോലെ പഠിച്ചെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. It is also a skill that can elude both men and women. We also need to question the idea of marriage as a prize to women. അതേപോലെ തന്നെ നമുക്ക് ചോദ്യം ചെയ്യേണ്ട വേറൊരു കാര്യമാണ്, മാരേജ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വലിയൊരു മൂല്യമായിട്ട്, കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് വലിയൊരു വിലയുള്ളൊരു കാര്യമാണ് എന്നുള്ള രീതിയിൽ, അതൊരു മാരേജ് എന്ന് പറയുന്നത് ഒരു പ്രൈസാണ് എന്നുള്ള രീതിക്ക് കാണിക്കുന്ന ഒരു രീതി നമ്മൾ ഒഴിവാക്കണം. ബിക്കോസ് ദാറ്റ് ഈസ് എ ബേസിസ് ഓഫ് ദീസ് അബ്സേർഡ് ഡിബേറ്റ്സ്. കാരണം ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങളൊക്കെ കാണിക്കുന്നതിൻ്റെ ഏറ്റവും ബേസിക് കാര്യം എന്ന് പറയുന്നത് മാരേജിന് അങ്ങനെ ഒരു പ്രൈസായിട്ട് കണക്കാക്കുന്നതുകൊണ്ടാണ്. If we stop conditioning women to see marriage as a prize, then we would have fewer debates about a wife needing to cook in order to earn that prize. അപ്പോൾ ആ ഒരു ഗിഫ്റ്റ്, ആ ഒരു പ്രൈസ് കിട്ടണമെന്നുണ്ടെങ്കിൽ, മാരേജ് എന്ന് പറയുന്ന ഒരു പ്രൈസ് കിട്ടണമെങ്കിൽ നല്ലോണം കുക്ക് ചെയ്യണം എന്നൊരു കണ്ടീഷൻ വെക്കുന്നത് പോലെ ഇപ്പോഴത്തെ ആ ഒരു രീതി നമുക്ക് കണ്ടാലായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാരേജിനൊരു പ്രൈസായിട്ട് കാണുന്ന, സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു പ്രൈസായിട്ട് കാണുന്ന രീതി നമ്മൾ എന്ത് ചെയ്യണം, അവസാനിപ്പിക്കണം. It is interesting to me how early the world starts to invent gender roles. ഇപ്പോൾ എത്ര കാലം മുന്നേ ഈ ഒരു ജെൻഡർ റോൾസ് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. യെസ്റ്റർഡേ ഐ വെന്റ് ടു എ ചിൽഡ്രൻസ് ഷോപ്പ് ടു ബൈ ജിസാലം ആൻഡ് ഔട്ട്ഫിറ്റ്. അപ്പോൾ ഈ കുഞ്ഞിനൊരു ഔട്ട്ഫിറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. ഇൻ ദ ഗേൾസ് സെക്ഷൻ വർ പെയിൽ ക്രിയേഷൻസ് ഇൻ വാഷ്ഡ് ഔട്ട് ഷെയ്ഡ്സ് ഓഫ് പിങ്ക്. അപ്പോൾ ഗേൾസിൻ്റെ സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനിൽ ഫുള്ള് കാണുന്നത് എന്താണ്, കുറേ എന്താ പറയുക മങ്ങിയ തരത്തിലുള്ള പിങ്കിൻ്റെ ഷെയ്ഡിലുള്ള ഡ്രസ്സുകൾ മാത്രമേ കാണുന്നുള്ളൂ. ഐ ഡിസ്ലൈക്ക് ദം, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ദ ബോയ്സ് സെക്ഷൻ ഹാഡ് ഔട്ട്ഫിറ്റ്സ് ഇൻ വൈബ്രൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ബ്ലൂ. പക്ഷേ ബോയ്സിൻ്റെ സെക്ഷൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ബ്ലൂവിൻ്റെ പല തരത്തിലുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സിലുള്ള ഡ്രസ്സുകൾ അവിടെ കാണാൻ സാധിച്ചു. Because I thought blue would be adorable against her brown skin and photograph better, I bought one. ബ്ലൂ ആണ് കുഞ്ഞിന് ഇത്തിരി മാച്ച് എന്ന് തോന്നിയത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യാണ്, ഒരു ബ്ലൂ കളർ ഡ്രസ്സ് സെലക്ട് ചെയ്യാണ്. At the checkout counter, the cashier said mine was a perfect present for the new boy. അപ്പോൾ അങ്ങനെ കാഷ്യർ പറയുകയാണ്, ആ ഒരു ഡ്രസ്സ് പാക്ക് ചെയ്യുന്ന സമയത്ത് അവർ പറയുകയാണ്, ഈ ഡ്രസ്സ് ആ ഒരു പുതിയ ആ ഒരു ആൺകുട്ടിക്ക് നന്നായിട്ട് ചേരുമെന്ന് പറയുകയാണ്. I said it was for a baby girl. She looked horrified. Blue for a girl. അപ്പോൾ അവർ പറയുകയാണ് അത് ആൺകുട്ടിക്ക് അല്ലാതെ പെൺകുട്ടിക്കാണെന്ന് പറയുമ്പോൾ കാഷ്യർ അത്ഭുതത്തോട് കൂടിയിട്ട് അങ്ങനെ ഒരുമാതിരി നോക്കുകയാണ്, ഹൊറിഫൈഡ് ആയിട്ട് നോക്കുന്നത്. ബ്ലൂ ഫോർ എ ഗേൾ, പെൺകുട്ടിക്ക് ബ്ലൂ കളറോ എന്നുള്ള രീതിക്ക് നോക്കുകയാണ് എന്ന് പറയണം. I cannot help but wonder about the clever marketing person who invented this pink blue binary. പറയും അതൊരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ആരോ ഇൻവെൻറ്റ് ചെയ്തൊരു കാര്യമാണ്. അതായത് പിങ്ക് ഫോർ എന്താ പറയുക ഗേൾസ്, അതേപോലെ തന്നെ ബ്ലൂസ് ഫോർ ബോയ്സ് എന്നൊക്കെ പറയുന്നത് ആ ഒരു കാറ്റഗറി അല്ലെങ്കിൽ അങ്ങനെ ഒരു തരം തിരിച്ച് വെച്ചിരിക്കുന്ന ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിരിക്കാം. There was also a gender neutral section. അതേപോലെ തന്നെ അവിടെ ജെൻഡർ ന്യൂട്രൽ എന്ന് പറയപ്പെടുന്ന ഒരു സെക്ഷനും അവിടെ ഉണ്ട്. വിച്ച് ഇറ്റ്സ് അറേ ഓഫ് ബ്ലഡ്ലെസ് ഗ്രേസ്. അവിടെ കുറേ ബ്ലഡ്ലെസ് ആയിട്ടുള്ള ഒരു നരച്ച പോലത്തെ കുറേ ഗ്രേ കളറുകളും ഉണ്ട്. Gender neutral is silly because it is premised on the idea of male being blue and female being pink and gender neutral being its own category. പക്ഷെ അതും വേറൊരു തമാശയാണ്. അതായത് ജെൻഡർ ന്യൂട്രൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ബ്ലൂവും പിങ്കും സെപ്പറേറ്റ് ആക്കി വെക്കാൻ പാടില്ല. പക്ഷേ മറിച്ച് അവിടെ എന്താ സംഭവിക്കുന്നത്, ഗേൾസിനുള്ള പിങ്കും ബോയ്സിനുള്ള ബ്ലൂവും ഒഴിവാക്കിയല്ല അതിന് പുറമെ മൂന്നാമതൊരു കാറ്റഗറി ആയിട്ടാണ് എന്തിനെ വെച്ചിരുന്നത്, ജെൻഡർ ന്യൂട്രൽ എന്ന് പറയുന്നത് സെക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. Why not just have baby clothes organized by age and displayed in all colors? അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കുട്ടികളുടെ ഡ്രസ്സിന് ഏജ് അനുസരിച്ചിട്ട് കാറ്റഗറൈസ് ചെയ്യാത്തത്?
ഇതേപോലെ കളർ വെച്ചിട്ട് പിങ്ക് പെൺകുട്ടികൾക്ക്, ബ്ലൂ ആൺകുട്ടികൾക്ക്, അങ്ങനെയൊക്കെ എന്തിനാണ് ചെയ്യണത്? ദ ബോഡീസ് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻഫാൻസ് ആർ സിമിലിയർ ആഫ്റ്റർ ഓൾ. ഇപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളെ ശരീരം എന്ന് പറയുന്നത് ഒരു വ്യത്യാസമില്ല. അതായത് ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും ഒരേ ശരീരമാണ്, ഒരേപോലത്തെ ഡ്രസ്സുകളാണ് അവർക്ക് ഇടാൻ പറ്റുക. ഐ ലുക്ക്ഡ് അറ്റ് ദ ടോയ് സെക്ഷൻ. ഇനി എന്ത് ചെയ്യണം? ടോയ്സിൻ്റെ സെക്ഷനിൽ പോവുകയാണ്. വിച്ച് വാസ് ഓൾസോ അറേഞ്ച്ഡ് ബൈ ജെൻഡർ. അവിടെയും എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ജെൻഡർ അനുസരിച്ചിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ടോയ്സ് ഫോർ ബോയ്സ് ആർ മോസ്റ്റ്ലി ആക്റ്റീവ്. ആൺകുട്ടികൾക്കുള്ള ടോയ്സ് വളരെ ആക്റ്റീവായിട്ടുള്ള, അതായത് ഇങ്ങനെ അനങ്ങാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള ടോയ്സ് ആണ്. ആൻഡ് ഇൻവോൾവ് സം സോർട്ട് ഓഫ് ഡൂയിങ് ട്രെയിൻസ്, അതായത് അനങ്ങാൻ പറ്റുന്ന ട്രെയിനുകൾ, കാറുകൾ. ആൻഡ് ടോയ്സ് ഫോർ ഗേൾസ് ആർ മോസ്റ്റ്ലി പാസീവ്. പക്ഷേ ഗേൾസിൻ്റെ എന്താണ് വളരെ പാസീവായിട്ടുള്ള ടോയ്സ് ആണുള്ളത്. ഇതുപോലത്തെയാണ്. ആൻഡ് ആർ ഓവർവെൽമിങ്ങിൽ ഡോൾസ്, അതായത് പാവകൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ അതിനെന്താണ്, അതിൻ്റേതായ രീതിയിലൊന്നും ഈ കാറും ജീപ്പും അങ്ങനത്തെ വാഹനങ്ങളും കൊണ്ടൊക്കെ ആൺകുട്ടികൾ കളിക്കുന്ന പോലെ നമുക്ക് മൂവ് ചെയ്ത് കളിക്കാനൊന്നും പാവേനെയും കൊണ്ട് സാധിക്കില്ല. ഐ വാസ് സ്ട്രക്ക് ബൈ ദിസ്. അത് കണ്ടപ്പോൾ ഒരു ഭയങ്കര ഞെട്ടിപ്പോവാണ്. ഐ ഹാഡ് നോട്ട് ക്വയറ്റ് റിയലൈസ്ഡ് ഹൗ early society starts to invent ideas of what a boy should be and what a boy should be and what a girl should be. അപ്പോൾ എത്ര കാലം മുന്നേ ഇത്തരത്തിലുള്ള ചിന്തകൾ വന്നിട്ടുണ്ടാവും, ഈ പറഞ്ഞ പോലെ ആൺകുട്ടി എങ്ങനെ വേണം, പെൺകുട്ടി എങ്ങനെ വേണം എന്നൊക്കെ ഉള്ളത്. ഐ വിഷ് ദ ടോയ്സ് ഹാഡ് ബീൻ അറേഞ്ച്ഡ് ബൈ ടൈപ്പ് റാദർ ദാൻ ബൈ ജെൻഡർ. അപ്പോൾ അവർക്ക് തോന്നുകയാണ്, അതായത് ആ ഒരു ടൈപ്പ് അനുസരിച്ചിട്ട് ഓരോ ടൈപ്പ് എന്നുള്ള രീതിക്ക് അറേഞ്ച് ചെയ്യുന്നതിന് പകരം ഇവരെന്താണ് ഈ ജെൻഡർ വെച്ചിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. Did I ever tell you about going to US mall with a 7-year-old Nigerian girl? ഒരു വട്ടം അങ്ങനെ US മോളിലേക്ക് ഒരു 7 വയസ്സുള്ള ഒരു നൈജീരിയൻ ഗേളിനെയും അവളുടെ അമ്മേനെയും കൂടെ കൊണ്ടുപോയ, അതായത് ഒരു മാളിലേക്ക് പോയ ഒരു ഓർമ്മേനെ കുറിച്ച് പറയുകയാണ്. ഷീ സോ എ ടോയ് ഹെലികോപ്റ്റർ. അപ്പോൾ ആ പെൺകുട്ടി എന്ത് ചെയ്തു? ഒരു ടോയ് ഹെലികോപ്റ്റർ കാണാനായി. വൺ ഓഫ് ദോസ് തിങ്സ് ദാറ്റ് ഫ്ലൈ ബൈ വയർലെസ് റിമോട്ട് കൺട്രോൾ കൊണ്ട് ഇങ്ങനെ പറക്കുന്ന ഒരു ഹെലികോപ്റ്ററാണ്. ആൻഡ് ഷീ വാസ് ഫാസിനേറ്റഡ് ആൻഡ് ആസ്ക്ഡ് ഫോർ വൺ. അപ്പോൾ അമ്മയുടെ അടുത്ത് ഭയങ്കര ഇഷ്ടമായ കുട്ടിക്ക്. അപ്പോൾ അതൊന്ന് വാങ്ങിച്ചു തരുമെന്ന് അമ്മയോട് ചോദിക്കുകയാണ്. നോ, ഹർ മദർ സെഡ്, യു ഹാവ് യുവർ ഡോൾസ്. അപ്പോൾ അമ്മ പറയണം, വേണ്ട, നിനക്ക് നിൻ്റെ പാവകളില്ലേ വീട്ടിലെന്ന് ചോദിക്കുകയാണ്. ആൻഡ് ഷീ റെസ്പോണ്ടഡ്, മമ്മി ഇസ് ഇറ്റ് ഓൺലി ഡോൾസ് ഐ വിൽ പ്ലേ വിത്ത്. അപ്പോൾ ചോദിക്കണം, അമ്മേനോട് ചോദിക്കണം, അമ്മേ ഞാൻ പാവകളെ വെച്ച് മാത്രമേ കളിക്കാൻ പാടുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഐ ഹാവ് നെവർ ഫോർഗോട്ടൻ ദാറ്റ്. ഞാനത് ഒരിക്കലും മറക്കില്ല. ഹർ മദർ മെൻറ്റ് വെൽ, ഒബ്വിയസ്ലി. കാരണം അവിടെ ആ ഒരു അമ്മ തന്നെയാണ് ആ കുട്ടിക്ക് എന്ത് പറഞ്ഞു കൊടുക്കണേ, നീ പാവയെ വെച്ച് കളിച്ചാൽ മതി എന്നുള്ളത്. ഷി വാസ് വെൽ വേഴ്സ്ഡ് ഇൻ ദ ഐഡിയാസ് ഓഫ് ജെൻഡർ റോൾസ് ദാറ്റ് ഗേൾസ് പ്ലേ വിത്ത് ഡോൾസ് ആൻഡ് ബോയ്സ് വിത്ത് ഹെലികോപ്റ്റേഴ്സ്. ആ ഒരു അമ്മ അപ്പോൾ എന്തായിരിക്കും, ആ ഒരു ജെൻഡർ റോൾസിനെ കുറിച്ച് കാര്യമായിട്ട് പഠിച്ചിട്ടുള്ള ഒരാളായിരിക്കും എന്നാണ് പറയണത്. ഐ വണ്ടർ നൗ wistfully if the little girl would have turned out to be a revolutionary engineer had she been given a chance to explore that helicopter. പറയണ നല്ലൊരു റെവല്യൂഷണറി എഞ്ചിനീയർ ആയിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും ആ പറഞ്ഞ പോലെ ഹെലികോപ്റ്റർ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടുമോ എന്നുള്ള രീതിക്ക് അവർ പറയുകയാണ്. ഇഫ് വി ഹാഡ് പ്ലേസ് ദ straight jacket of gender roles on young children, we give them space to reach their full potential. പറയുകയാണ്, നമ്മൾ ആ ഒരു സ്ട്രെയിറ്റ് ജാക്കറ്റ് എന്ന് പറയുന്നത് ഫുള്ള് ഒന്നെങ്കിൽ മെൻ്റലി പ്രശ്നമുള്ള ആളുകൾ അല്ലെങ്കിൽ കുറ്റവാളികളെയൊക്കെ കയ്യും ദേഹം മൊത്തത്തിൽ അതിനെ കെട്ടി നിർത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു തരം ജാക്കറ്റാണ്. അതായത് ആ ഒരു ജെൻഡർ റോൾസ് എന്താണെന്ന് പറഞ്ഞ് ഓൾറെഡി അവരുടെ കയ്യും വായും മൂടിക്കെട്ടി ചെറുപ്പത്തിലെ കുട്ടികളെ അങ്ങനെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. ആ ഒരു കൺസെപ്റ്റുകൾ വെച്ച് ജെൻഡർ റോൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് കുട്ടികളുടെ തലയിൽ കുത്തി നിറയ്ക്കാൻ പാടില്ല. പ്ലീസ് സി ഷിസാലം ആസ് ആൻ ഇൻഡിവിജ്വൽ. അവളെ എങ്ങനെ കാണണം, ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് കാണണം, ഒരു പെൺകുട്ടി എന്നുള്ള നിലയ്ക്ക് കാണണ്ട. നോട്ട് ആസ് എ ഗേൾ ഹൂ ഷുഡ് ബി എ സർട്ടൻ വേ. ഒരു പ്രത്യേക ടൈപ്പിൽ നടക്കുന്ന ഒരു ഗേൾ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ റൂൾസ് ഫോളോ ചെയ്യുന്ന ഒരു പെൺകുട്ടിയായിട്ട് അവളെ ഒരിക്കലും മാറ്റരുത്. സീ ഹർ വീക്ക്നെസ്സസ് ആൻഡ് ഹർ സ്ട്രെങ്ത്സ് ഇൻ ആൻ ഇൻഡിവിജ്വൽ വേ. വളരെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വേയിൽ അവളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും കാണണം. ഡു നോട്ട് മെഷർ ഹെർ ഓൺ സ്കെയിൽ ഓഫ് വാട്ട് എ ഗേൾ ഷുഡ് ബി, മെഷർ ഹെർ ഓൺ സ്കെയിൽ ഓഫ് ബീങ് ദ ബെസ്റ്റ് വേർഷൻ ഓഫ് ഹെർസെൽഫ്. അവളുടെ തന്നെ ഏറ്റവും ബെസ്റ്റ് വേർഷനാണ് നമ്മൾ പുറത്തെടുക്കേണ്ടത്. എ യങ് നൈജീരിയൻ വുമൺ വൺസ് ടോൾഡ് മീ ദാറ്റ് ഷീ ഹാഡ് ഫോർ ഇയേഴ്സ് ബിഹേവ്ഡ് ലൈക്ക് എ ബോയ്. ഷീ ലൈക്ഡ് ഫുട്ബോൾ ആൻഡ് വാസ് ബോർഡ് ബൈ ഡ്രസ്സസ് until her mother forced her to stop her boyish interest. അപ്പോൾ ഒരിക്കലും ഒരു നൈജീരിയൻ വുമൺ പറയേണ്ടായിരുന്നു, അതായത് കുറേ കാലം ഞാനൊരു ആൺകുട്ടിയെ പോലെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടപ്പെട്ട് ആൺകുട്ടികളെ പോലത്തെ ഡ്രസ്സൊക്കെ ധരിച്ചിട്ടാണ് നടന്നിരുന്നത്. പക്ഷേ അങ്ങനെ ഒരിക്കലും എന്ത് ചെയ്തു, അവളുടെ അമ്മയാണ് എന്ത് പറഞ്ഞത്, ബോയിഷ് ആയിട്ടുള്ള ഇൻട്രസ്റ്റുകളൊക്കെ വേണ്ടാന്ന് വെക്കണമെന്ന് പറയുകയുണ്ടായി. നൗ ഷീ ഈസ് ഗ്രേറ്റ്ഫുൾ ടു ഹർ മദർ ഫോർ ഹെൽപ്പിംഗ് ഹർ സ്റ്റാർട്ട് ബിഹേവിംഗ് ലൈക്ക് എ ഗേൾ. പക്ഷേ ഇപ്പോൾ പറയണം, അന്ന് അമ്മ അങ്ങനെ പറഞ്ഞ് തിരുത്തിയത് നന്നായി എന്നുള്ള രീതിക്കാണ് അവൾ വിചാരിക്കുന്നത് എന്നാണ് പറയണത്. അപ്പോൾ നമ്മുടെ റൈറ്റർ പറയാണ്, ദ സ്റ്റോറി മെയ്ഡ് മീ സാഡ്. ഐ വണ്ടേർഡ് വാട്ട് പാർട്സ് ഓഫ് ഹെർസെൽഫ് ഷീ ഹാഡ് നീഡഡ് ടു സൈലൻസ് ആൻഡ് സ്റ്റിഫൈ.
stifle, and I wondered about what her spirit had lost. അപ്പോൾ എനിക്ക് എന്താണ് ഇപ്പോൾ ഇതുകൊണ്ട് സംഭവിച്ചത്, അവളുടെ സ്പിരിറ്റിന് എന്താണ് നഷ്ടപ്പെട്ടത്? ബിക്കോസ് വാട്ട് ഷീ കോൾഡ് ബിഹേവിങ് ലൈക്ക് എ ബോയ്, ഒരു ബോയ് എന്ന രീതിയിൽ പെരുമാറുക എന്നുള്ളത് എന്താ ഉദ്ദേശിക്കുന്നത്? വാസ് സിംപ്ലി ബിഹേവിങ് ലൈക്ക് ഹേർ സെൽഫ്, അവളായി നിൽക്കുകയായിരുന്നു. അതിനെയാണ് അമ്മയുടെ പ്രേരണ കൊണ്ട് അവൾ മാറിയിട്ട് പെൺകുട്ടികളെ പോലെ തന്നെ നടക്കാൻ തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ അവൾക്ക് തിരിച്ചറിയാനും പറ്റുന്നില്ല, അവൾ അതിൽ വലിയ സന്തോഷത്തിലാണ് നടക്കുന്നതിനും. Another acquaintance, an American living in the Pacific Northwest, once told me that when she took her 1-year-old son to a baby playgroup where babies had been brought by their mothers. അപ്പോൾ വേറൊരു എക്സ്പീരിയൻസ്, ഒരു അമേരിക്കൻ ലിവിങ് ആയിട്ടുള്ള ഒരു ആളുടെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അവരുടെ കുട്ടീനെയും കൊണ്ട് ഷീ ടുക്ക് ഹർ 1-year-old son to a baby play group, ഒരു കുട്ടികൾ കളിക്കുന്ന സ്ഥലത്തേക്ക് ഒരു വയസ്സുള്ള ഒരു ആൺകുട്ടീനെ കൊണ്ട് അവർ ചെല്ലുകയാണ്. വേർ ബേബീസ് ഹാഡ് ബീൻ ബ്രോട്ട് ബൈ ദെയർ മദേഴ്സ്, അമ്മമാരാണ് അവിടെ കുട്ടികളെയൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ സമയത്ത് അവർ നോട്ടീസ് ചെയ്യാണ്. ഷീ നോട്ടീസ്ഡ് ദാറ്റ് ദ മദേഴ്സ് ഓഫ് ബേബി ഗേൾസ് were very restraining. അപ്പോൾ അവിടെയുള്ള പെൺകുട്ടികളുടെ അമ്മമാർ ഭയങ്കര കൺട്രോളിങ് ആണ് ഈ പെൺകുട്ടികളെ. കോൺസ്റ്റൻ്റ്ലി ടെല്ലിങ് ദ ഗേൾസ് ഡോണ്ട് ടച്ച് ഓർ സ്റ്റോപ്പ് ആൻഡ് ബി നൈസ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ കുട്ടികളെ റിമൈൻഡ് ചെയ്യുന്നുണ്ട്, അവിടെ തൊടരുത്, അവനെ തൊടരുത്, നിൽക്ക് അങ്ങോട്ട് പോകണ്ട, അതുപോലെ തന്നെ നല്ല രീതിയിൽ പെരുമാറി നൈസായിട്ട് നിൽക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വാർണിങ്സ് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, കൺട്രോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. And she noticed that the baby boys were encouraged to explore more and were not restrained as much and were almost never told to be nice. അതേസമയം തന്നെ ആൺകുട്ടികൾ അമ്മമാരാണെന്നുണ്ടെങ്കിലോ ഒരു കൺട്രോളും കൊടുക്കുന്നില്ല, അവരെ ഇങ്ങനെ എൻകറേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓരോ കാര്യം അങ്ങനെ പോയിക്കോ, അത് ചെയ്തോ, അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് എൻകറേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ബി നൈസ് എന്ന് പോലും പറയുന്നത്, നല്ല കുട്ടിയായിട്ട് ഇരിക്കുക എന്നുള്ള രീതിക്ക് പോലും പറയുന്നില്ല ബോയ്സിനോട് എന്നാണ് പറയുന്നത്. Her theory was that parents unconsciously start very early to teach girls how to be. പറയാണ് ആ ഒരു രീതിക്ക് ആ കുട്ടികളെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. ദാറ്റ് ബേബി ഗേൾസ് ആർ ഗിവൺ ലെസ് റൂം ആൻഡ് മോർ റൂൾസ്. അപ്പോൾ ബേബി ഗേൾസിനെ സംബന്ധിച്ച് എന്താണ്, വളരെ കുറച്ച് സ്പേസും വളരെ കൂടുതൽ റൂൾസുമാണ് കൊടുക്കുന്നത്. ആൻഡ് ബേബി ബോയ്സ് മോർ റൂം ആൻഡ് ഫ്യൂവർ റൂൾസ്. പക്ഷെ ബോയ്സിനാണെന്നുണ്ടെങ്കിലോ വളരെ കൂടുതൽ സ്ഥലവും വളരെ കൂടുതൽ സാഹചര്യങ്ങൾ, സിറ്റുവേഷൻസും വളരെ കുറച്ച് നിയമങ്ങളുമാണ് കൊടുക്കുന്നത്. Gender roles are so deeply conditioned in us that we will often follow them even when they shave against our true desires, our needs, our happiness. അതായത് ജെൻഡർ റോൾസ് എന്ന് പറയുന്നത് വളരെ കണ്ടീഷൻഡ് ആയിട്ടുള്ള കാര്യം, സോ ഡീപ്ലി കണ്ടീഷൻഡ് ഇൻ അസ് ദാറ്റ് വി വിൽ ഓഫൻ ഫോളോ ദം, നമ്മളതിനെ ഫോളോ ചെയ്യാനാണുള്ളത്. ഈവൻ വെൻ ദേ ഷേഫ് അഗൈൻസ്റ്റ് അവർ ട്രൂ ഡിസയേഴ്സ്, അവർ നീഡ്സ്, അവർ ഹാപ്പിനെസ്, നമ്മുടെ ഹാപ്പിനെസ്, നമ്മുടെ നീഡ്സ്, നമ്മുടെ ഡിസയേഴ്സ്, ഇതിനൊക്കെയും എന്താണ് ചെയ്യുന്നത്, അതിങ്ങോട്ട് ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, കൺട്രോൾ ചെയ്ത് വെക്കുകയാണ്, അല്ലെങ്കിൽ എന്താ പറയുക നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒരു ജെൻഡർ റോൾസിൻ്റെ കണ്ടീഷനിങ് കൊണ്ട്. ദേ ആർ വെരി ഡിഫിക്കൾട്ട് ടു അൺലേൺ. അതൊരു വട്ടം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അൺലേൺ ചെയ്യാൻ മറന്നു പോകുക, അല്ലെങ്കിൽ അതങ്ങോട്ട് എന്താ പറയുക ഒഴിവാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ആൻഡ് സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ട്രൈ ടു മേക്ക് ഷുവർ ദാറ്റ് ജിസാലം റിജക്ട്സ് ദം ഫ്രം ദ ബിഗിനിങ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, അവളെ ജിസാലത്തിന് എന്ത് ചെയ്യണം, തുടക്കം മുതലൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞ് പഠിപ്പിക്കാതിരിക്കണം. ഇൻസ്റ്റെഡ് ഓഫ് ലെറ്റിംഗ് ഹെർ ഇൻറ്റേർണലൈസ് ദ ഐഡിയ ഓഫ് ജെൻഡർ റോൾസ്, ടീച്ച് ഹെർ സെൽഫ് റിലയൻസ്. ജെൻഡർ റോൾസ് പഠിപ്പിക്കുന്നതിന് മുന്നേ അവളെ എന്ത് ചെയ്യണം, സെൽഫ് റിലയൻസ് പഠിപ്പിച്ചു കൊടുക്കണം. അതായത് സ്വയമുള്ള ഒരു ആത്മവിശ്വാസം എന്നൊക്കെ പറയാം, സ്വയമുള്ള ഒരു വിശ്വാസം. അപ്പോൾ ഒരു സെൽഫ് റിലയൻസ് ആണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ടെൽ ഹർ ദാറ്റ് ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ടു ബി ഏബിൾ ടു ഡു ഫോർ ഹെർ സെൽഫ് ആൻഡ് ഫെൻഡ് ഫോർ ഹെർ സെൽഫ്. അപ്പം എന്നാൽ അവൾക്ക് അവർ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് സ്വയം എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ പഠിക്കുക. ടീച്ച് ഹെർ ടു ട്രൈ ടു ഫിക്സ് ഫിസിക്കൽ തിങ്സ് വെൻ ദേ ബ്രേക്ക്. ജസ്റ്റ് എന്തെങ്കിലും കളിക്കുന്ന കളിപ്പാട്ടങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ പൊട്ടണ സമയത്ത് അത് സ്വയം എന്താ ചെയ്യുക, അതിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി, ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുക, അല്ലെങ്കിൽ അതിനെ അവളെ പ്രേരിപ്പിക്കുക. വി ആർ ക്വിക്ക് ടു അസ്യൂം ഗേൾസ് കാൺ ഡു മെനി തിങ്സ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു കാറോ അങ്ങനത്തെ എന്തെങ്കിലും ടോയ്സ് കേട് വന്നിട്ടുണ്ടെങ്കിൽ ബോയ്സ് ആണെങ്കിൽ അത് എന്തെങ്കിലും വീണ്ടും ഫിക്സ് ചെയ്യും. പക്ഷേ പെൺകുട്ടികളോട് നമ്മൾ എന്ത് പറയും, അവർക്ക് പറ്റില്ല, നിനക്കൊന്നും പറ്റില്ല, അവന് കൊടുക്ക് എന്ന് നമ്മൾ പറയും. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിലും അതൊരു എക്സാമ്പിളാണ്. അങ്ങനെ ഒരു കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത്, പെൺകുട്ടികൾക്ക് ചെയ്യാൻ പറ്റില്ല, നീ അത് ചെയ്യേണ്ട, നിനക്കത് പറ്റില്ല എന്ന് പറയാൻ പാടില്ല. ലെറ്റ് ഹർ ട്രൈ. അവൾ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഷീ മൈറ്റ് നോട്ട് ഫുള്ളി സക്സീഡ്. ചിലപ്പോൾ കംപ്ലീറ്റ്ലി അവൾ ജയിച്ചു എന്നൊന്നും വരില്ല. ബട്ട് ലെറ്റ് ഹെർ ട്രൈ. എന്നാലും അവളെ ശ്രമിക്കാൻ അനുവദിക്കുക. ബൈ ഹെർ ടോയ്സ് ലൈക്ക് ബ്ലോക്സ് ആൻഡ് ട്രെയിൻസ് ആൻഡ് ഡോൾസ് ടു ഇഫ് യു വോണ്ട് ടു. അപ്പോൾ അവൾക്ക് ടോയ്സ് വാങ്ങിക്കൊടുക്കുമ്പോൾ ബ്ലോക്സ് വാങ്ങിക്കൊടുക്കാം, അതേപോലെ തന്നെ ട്രെയിൻസ്, അതായത് ബോയ്സ് ഉപയോഗിക്കുന്ന ടോയ്സും ഗേൾസ് ഉപയോഗിക്കുന്ന ടോയ്സും ഒരേപോലെ അവളെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങിച്ചു കൊടുക്കുക. അതിലൊരു വ്യത്യാസം കാണിക്കാൻ പാടില്ല. ഇത്രയാണ് ഇതിനകത്ത് പറയുന്നുള്ളൂ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്